ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ശീഘ്രമായി വരപ്പോകിற യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തി വരവേൽக்கிறேன். ഇന്നത്തെ ചിന്തയ്ക്കായി 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ വായിച്ച് കേട്ടു. ഇന്നേ ചിന്തയ്ക്കായി 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വചനങ്ങൾ വായിക്കണം. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ വേഗതയിൽ എടുക്കപ്പെടും. Praise the Lord. Hallelujah. 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 വായിച്ച വേദഭാഗം, വാസിച്ച വേദപംക്തി, ആമേൻ, കർത്താവിന്റെ ദാസനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ വേദഭാഗമാണ്. കർത്തരുടെ ദാസനായ പൗൽ തെസ്സലോനിക്കർക്ക് എഴുതുന്ന നിരുപമാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ചില ആത്മീക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതിലിருந்து ചില ആവിക്കുரிய വിഷയങ്ങളെ നാം പുരിഞ്ഞുകൊള്ളலாம். വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ടോപ്പായ ഒരു വിഷയമാണ് കർത്താവ് വീണ്ടും വരും. தேவனுடைய வேத புத்தகத்திலே மிகவும் ஒரு முக்கியமான மேன்மையான ஒரு காரியம் தான் கர்த்தராகிய தேவன் மறுபடியும் வருவார். ഈ ലോകത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതം, இந்த உலகத்திலே சாதாரண மனிதனுடைய வாழ்க்கை മരണത്തോട് അവസാനിക്കുമ്പോൾ, മരണത്തോട് മുടിവ് വരുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം, യേശുക്രിസ്തുവിൽ വിശ്വാസമായി ഇരിക്കുന്നവരുടെ வாழ்க்கை മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിற்கு അപ്പുറം വേറൊരു வாழ்க்கை இருக்கிறது. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വാസം വയ്ക്കുന്നവർ പ്രത്യാശയുള്ളവരാണ്, നമ്പിക്കയുള്ളവർ. ഹല്ലേലൂയ. അവർ മരണത്തിലും പ്രത്യാശയുള്ളവർ, അവർ മരണത്തിലും നമ്പിക്കയുള്ളവർ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം என்ன? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 14-ാം അധ്യായം 1, 2, 3 വചനങ്ങളെ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ യേശുവിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ ജീവൻ അർപ്പിച്ച യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപനിവാരണത്തിനായി സിലുവയിലെ തന്റെ ഉയിരെ അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. മരിച്ച് അടക്കപ്പെടപ്പെട്ട് 3-ാം നാളിൽ ഉയിരോടെ എഴുന്നേറ്റാൻ ആ ക്രിസ്തു ഈ ലോകം വിട്ടു പോകുന്ന മുമ്പേ, அந்த கிறிஸ்து இந்த உலகத்தை விட்டு போகிறதற்கு முன்னதாக, ഞാൻ വീണ്ടും വരും, நான் மறுபடியும் வருவேன், നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു, உங்களுக்காக ஒரு இடத்தை ஆயத்தம் பண்ண போகிறேன், സ്ഥലം ഒരുക്കിയാൽ ഞാൻ വീണ്ടും വരും, സ്ഥലത്തെ ആയത്തം பண்ண பின்பு மறுபடியும் வருவேன், ഞാൻ നിങ്ങളെ എന്നോട് ചേർത്തുകൊള്ളും, நான் உங்களை എന്നോട് ചേർത്തുകൊള്ളുവേൻ. Praise the Lord. Hallelujah. Hallelujah. അതാണ് നമുക്ക് ഇവിടെയും വായിക്കാൻ പറ്റിയത്. അതുതാണ് നാം ഇങ്ങനെയും വാസിக்கிறோം. ആമേൻ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ എക്കാളത്തോടും ആമേൻ സ്തോത്രം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് എക്കാള ശബ്ദത്തോടും പ്രധാന ദൂതനുടെ ശബ്ദത്തോടും വാനത്തിലേക്ക് ഇറങ്ങി വരുവാൻ. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് എഴുന്നേൽക്കും. അപ്പോഴേ ക്രിസ്തുവുക്കുൾ മരിച്ചവർ മുതലാമത് എഴുന്നേൽപ്പാர்கள். പിന്നെ ജീവനോടിരിക്കുന്ന നാമം അവരെ മേഘങ്ങളിൽ അവരോട് എതിരേൽത്ത് പോകും. പിൻപ് ഉയിരോടെ നാമം അവരോട് എടുത്തുകൊള്ളപ്പെടുவோம். അങ്ങനെ എടുക്കപ്പെട്ട സ്തോത്രം എപ്പോൾ എന്നേക്കും അവനോട് കൂടെ നാം ആയിരിക്കും. அப்படி எடுத்துக்கொள்ளப்பட்டு என்றென்றைக்கும் நாம் அவரோடு கூட இருப்போம்.
ഇതാണ് നമ്മുടെ വിശ്വാസം, പ്രത്യാശ. இதுதான் நம்முடைய விசுவாசம், நம்முடைய நம்பிக்கை. Praise the Lord. Hallelujah. 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 ദൈവമക്കളുടെ വിശ്വാസം ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. தேவனுடைய பிள்ளைகளுடைய விசுவாசம் இந்த உலக பிரகாரமான காரியங்களுக்கு மட்டுமாக இருக்க கூடாது. 1 കൊരിന്ത്യർ 15:19 വാക്യം. 1 കൊരിന്ത്യർ 15:19 വചനം. നാം ഈ ആയുസ്സിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. நாம் இம்மைக்காக மாத்திரம் கிறிஸ்துவின் மேல் நம்பிக்கை உள்ளவர்கள், ஆனால் எல்லா மனுஷரை பார்த்து நாம் பரிதபிக்கப்படத்தக்கவர்களாய் இருப்போம். ഇന്ന് ദൈവജനത്തിന്റെ പ്രത്യാശ നഷ്ടമായി കൊണ്ടുവരുന്ന ഒരു കാലമാണ്. இந்த தேவனுடைய பிள்ளைகளுடைய நம்பிக்கை இழந்து போகிறதான ஒரு சூழ்நிலை காணப்படுகிறது. ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം യേശുവിനെ പിന്തുടരുന്ന ധാരാളം ജനങ്ങളെ കാണുവാൻ കഴിയും. உலக பிரகாரமான நன்மைக்காக மட்டும் இயேசுவை பின்தொடர்கிற अनेक ஜனங்களை நாம் பார்க்கலாம். അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, அப்போஸ்தலனாகிய பவுல் கூறும்போது, സ്തോത്രം, ക്രിസ്തുവിനെ അവന്റെ മരണത്തെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും മനസ്സിലാക്കുവാൻ, கிறிஸ்துவையும் அவருடைய மரணத்தின் உயிர்த்தெழுதலையும் நாம் அறிந்து கொள்ளும்படியாக എല്ലാത്തെയും ചപ്പെന്നും ചവറെന്നും ഞാൻ കരുതുന്നു. எல்லாவற்றையும் குப்பையாக எண்ணுகிறேன் என்று எழுதுகிறார். Praise the Lord. Hallelujah. 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 ആമേൻ. അന്ന് അവിടെ ആ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, அந்த பிலிப்பியர் நிருபத்தில் பவுல் கூறுவது, വല്ലവിധേനി മരിച്ചുകൊണ്ടിരുന്ന പുനരുത്ഥാനത്തിന് പ്രാപ്തനാകേണ്ടതിന് ഞാൻ എല്ലാം ഉപേക്ഷിക്കുക. எப்படியாகிலும் மருத்துவத்தில் இருந்து உயிரோடு எழுந்திருப்பதற்கு நாம் தகுதியுள்ளவராகும்படி. ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് എഴുന്നേൽക്കുമെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள் என்று நாம் வேத வசனத்தில் பார்க்கிறோம். ആ പുനരുത്ഥാനത്തിന്റെ യോഗ്യത പ്രാപിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. அந்த உயிர்த்தெழுதலின் தகுதியை நாம் பெற்றுக்கொள்ள வேண்டும் என்று பவுல் அழகாக கூறுகிறார். ആ പുനരുത്ഥാനത്തിന്റെ യോഗ്യത ഉണ്ടാകണമെങ്കിൽ, அந்த உயிர்த்தெழுதலின் தகுதி உருவாக வேண்டும் என்றால், കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசம் வைத்து മനസ്സാന്തരപ്പെട്ട, மனம் திரும்பி സ്നാനപ്പെട്ട, ஞானஸ்நானம் எடுத்து സഭയോട് ചേർന്ന് சபையோடு சேர்ந்து വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. பரிசுத்த வாழ்க்கை வாழ்கிறவர்களாக இருக்க வேண்டும். നമ്മുടെ ജീവിതം ഈ സഭ ഹോളിന്റെ അകത്തല്ല. நம்முடைய வாழ்க்கை இந்த சபை ஹாலுக்குள்ளாக மட்டுமல்ல, നിങ്ങൾ ഈ സഭാ ഹാൾ വിട്ട് പുറത്തു പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം. நீங்கள் இந்த சபையை விட்டு வெளியே போகும்போது தான் உங்களுடைய வாழ்க்கை இருக்கிறது. ഇവിടെ നിങ്ങൾ വന്നത് ദൈവത്തെ ആരാധിക്കാനും ദൈവവചനത്തിൽ നിന്ന് പഠിക്കാനുമാണ്. இங்கே நீங்கள் வந்தது தேவனை ஆராதிப்பதற்காகவும் தேவனுடைய வசனங்களை கற்றுக்கொள்வதற்காகவும். ദൈവസന്നിധിയിൽ നാം എല്ലാം ഭക്തിയുള്ളവരാ. தேவனுடைய சமூகத்தில் நாம் எல்லாரும் பக்தி உள்ளவர்கள். നല്ലതായിട്ട് പാടുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. நன்றாக பாடுகிறோம், ஆராதிக்கிறோம், எல்லாவற்றையும் செய்கிறோம். പക്ഷെ ഈ വാതിൽ കടന്ന് പുറത്തു പോകുമ്പോ, ஆனால் இந்த വാസலை கடந்து வெளியே പോകുம்போது നാം വീണ്ടും പഴയ മനുഷ്യന്റെ അവസ്ഥയിലായി തീരരുത്. நாம் மறுபடியும் பழைய மனிதனுடைய நிலைமையில் போய்விடக் கூடாது. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോ, 1 തെസ്സലോനിക്കർ 4-ാം അധികാരം വാസിക്കുம்போது അതിന്റെ 1-ാം വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. அதனுடைய முதலாவது வசனத்தை மிகவும் கவனமாக நாம் படிக்கலாம். ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം കണ്ടോ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ശ്രദ്ധിക്കണം. ഈ വാക്യം, இந்த வார்த்தையை நீங்கள் கவனியுங்கள். ദൈവപ്രസാദം ലഭിപ്പാൻ എങ്ങനെ നടക്കണമെന്നും. தேவனுக்கு பிரியமாக இருக்க எப்படி நடந்து கொள்ள வேண்டும் என்று. Praise the Lord. Hallelujah. 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 അത് ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ അതിൽ വായിച്ചു നോക്കണം. അതിൽ ആംഗ്ല ബൈബിൾ ഉള്ളവர்கள் அதை നിങ്ങൾ പഠിக்க வேண்டும். Praise the Lord. Hallelujah. ദൈവത്തെ പ്രസാദിപ്പാൻ തക്കവണ്ണം എങ്ങനെ ജീവിക്കണമെന്ന ആ വാക്ക്. தேவனுக்கு பிரியமாக இருக்க நாம் எப்படி வாழ வேண்டும் என்றதுடைய அர்த்தம். How to live to please the God. தேவனுக்கு பிரியமாக இருக்க நாம் எப்படி வாழ வேண்டும். ദൈവത്തെ പ്രസാദിപ്പാൻ തക്കവണ്ണം നമ്മൾ ജീവിക്കണം. தேவனுக்கு பிரியமாக இருக்கும்படியாக நாம் வாழ வேண்டும். അതാണ് ഈ 1 തെസ്സലോനിക്കർ 4-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധികാരം 1-ാമത്തെ വചനത്തിൽ നാം பார்க்கிறோம். നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. நம்முடைய வாழ்க்கை தேவனுக்கு பிரியமாக இருக்கும்படியாக இருக்க வேண்டும். ആ വാക്യത്തിൽ വീണ്ടും പൗലോസ് പറയുന്നു, அந்த வசனத்தில் மறுபடியும் பேதுரு சொல்லி பவுல் கூறுகிறார், ഞങ്ങളുടെ ഗ്രഹിച്ചതുപോലെ
ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടല്ല, നിങ്ങൾ സ്വന്തമാകയല്ല എങ്കിലത്തിൽ കേട്ട് കற்றுകൊണ്ടപടിയേ ശുശ്രൂഷകന്മാരിൽ നിന്ന് കേട്ട് ഗ്രഹിക്കണം. ஊழியர்களிடத்திலிருந்து அதை கேட்டு ஏற்றுக்கொள்ள வேண்டும். ഞങ്ങളിൽ നിന്ന് കേട്ട് നിങ്ങൾ ഗ്രഹിച്ചതുപോലെ എங்களிடத்திலிருந்து കേട്ട് നിങ്ങൾ ഏറ്റുകൊണ്ടപടിയേ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഇത് മതിയെന്നല്ല. ഹല്ലേലൂയ. നിങ്ങളിപ്പോ ഒരുവിധമൊക്കെ ജീവിക്കുന്നത് മതിയെന്നല്ല. നിങ്ങൾ இப்படி ഒരുവിധമൊക്കെ வாழ்கிறீர்கள் அப்படி அல்ல. ഞങ്ങളോട് കേട്ട് നിങ്ങൾ പഠിച്ച ചെയ്തു വരുന്നത് പോലെ എங்களிடத்திலிருந்து കേട്ട് നിങ്ങൾ அதை செய்து வருகிறது போல ഇനിയും അതിൽ വർദ്ധിച്ചു വരണം. ഇനിയും അതിൽ പെരുക வேண்டும். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതം പ്രധാനമാണ്. നമ്മുടെ வாழ்க்கை മുഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫാണ് പ്രധാനം. നമ്മുടെ வாழ்க்கை தான் മുഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ജീവിക്കുന്നു? ഞാൻ எப்படி வாழ்கிறேன்? എന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുമോ? என்னுடைய வாழ்க்கையில் ദൈവം பிரியமாயிருப்பாரோ? എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല. எப்படியாவது வாழ்ந்தால் தேவன் பிரியமாயிருக்க மாட்டார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പാട്ട്? என்ன அதனுடைய பகுதி? പാട്ട് എന്ന് വെച്ചാൽ എന്താണ്? பாடல் என்று சொன்னால் என்ன? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തിനു പാടുന്നു? நான் எதற்காக பாடுகிறேன்? ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നു? நான் எதற்கு ஜெபிக்கிறேன்? എന്തിന് ഞാൻ ദൈവവചനം വായിക്കുന്നു? எதற்காக நான் தேவனுடைய வசனத்தை வாசிக்கிறேன்? ഇതെല്ലാം വ്യക്തമായ ഒരു ഗ്രാഹ്യം ഉണ്ടാകണം. இதற்கெல்லாம் ஒரு தெளிவான ஒரு காரியம் இருக்க வேண்டும். ചിലര് ഒരുപാട് സമയം പ്രാർത്ഥിക്കും. அநேகர் அதிகமான நேரம் ஜெபிப்பார்கள். പ്രാർത്ഥിക്കുന്നത് കണ്ട ഭയങ്കരമാണ്. ஜெபிக்கிறது பார்த்தால் மிகவும் பயங்கரமாக இருக்கும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒന്നും കാണത്തില്ല. வாழ்க்கையில் ஒன்றும் இருக்காது. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. அதனால் ஒரு பிரயோஜனமும் இல்லை. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മുടെ ജീവിതം ഒന്ന് ശരിയാകണം. അതിനാണ് ഈ ദൈവവചനത്തെ ദൈവം തന്നിരിക്കുന്നത്. நம்முடைய வாழ்க்கை சரியாக மாற வேண்டும். அதற்கு தான் தேவன் இந்த வேத வசனங்களை நமக்கு தந்திருக்கிறார். ആമേൻ. സ്തോത്രം. എങ്ങനെ നടക്കണമെന്ന് ഒത്തിരി വേദവാക്യങ്ങൾ ലേഖനത്തിലുണ്ട്. எப்படி நடக்க வேண்டும் என்று अनेक வேத வசனங்கள் நிருபங்களில் இருக்கிறது. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം. எபேசியர் 4-ாம் அதிகாரம் 1-வது வசனத்தில் ആ വ്യക്തമായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് ആ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ആ പൂർണ്ണ വിനയത്തോടും ആ സൗമ്യതയോടും ആ ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും എങ്ങനെ ചെയ്യണം? ദീർഘക്ഷമയോടും വളരെ സൗമ്യതയോടെ, மிகவும் நீடிய பொறுமையுடன், വളരെ ക്ഷമയോടെ மிகவும் பொறுமையாக നിങ്ങൾ ജീവിക്കണം. நீங்கள் வாழ வேண்டும். നിങ്ങളെ വിളിച്ച വിളിക്കൊത്തവണ്ണം. உங்களை அழைத்த அழைப்பிற்கு ஏற்ற வண்ணம். 1 പത്രോസ് 2-ാം അധ്യായത്തിലെ അതിന്റെ ആമേൻ സ്തോത്രം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ആ കണ്ടറിഞ്ഞ് ആ സംഘർഷ ദിവസത്തിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ആ അവരുടെ ഇടയിൽ ആ നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ ജീവിതം നന്നായിരിക്കണമെന്ന് ആ ഞാൻ പ്രബോധിപ്പിക്കുന്നു. കണ്ടോ? അവരുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതം നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. அவர்கள் மத்தியில் உங்களுடைய வாழ்க்கை நன்றாக இருக்க வேண்டும் என்று உங்களுக்கு புத்தி சொல்கிறேன். ദൈവമക്കൾ ജീവിതത്തെ വളരെ ശ്രദ്ധിക്കണം. தேவனுடைய பிள்ளைகள் வாழ்க்கையை மிகவும் கவனிக்க வேண்டும். എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കല്ല. எப்படியாவது வாழக்கூடாது. പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന ചില നിയമങ്ങൾ നമുക്കുണ്ട്. நான் இப்படிதான் இருக்க வேண்டும் என்று சில கட்டளைகள் நமக்கு இருக்கிறது. ബൈബിൾ വായിക്കുമ്പോ பைபிள் வாசிக்கும் போது നമ്മുടെ വസ്ത്രം ഇങ്ങനെ തന്നെ ധരിക്കണമെന്ന് നിയമമുണ്ട്. நம்முடைய ஆடை இப்படிதான் உடுத்திக் கொள்ள வேண்டும் என்று சில நியமங்கள் இருக்கிறது. ഒരു ദൈവ പൈതൽ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന നിയമമുണ്ട്. ஒரு தேவனுடைய பிள்ளை பேசுவது இப்படி இருக்க வேண்டும் என்று சில கட்டளைகள் இருக்கிறது. ഞാൻ എന്തും സംസാരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കും എന്നുള്ളത് അല്ല. நான் ஏதாவது பேசுவேன், எப்படியாவது பேசுவேன், அப்படி அல்ல. എന്റെ സംസാരം മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്നതായിരിക്കണം. என்னுடைய பேச்சு மற்றவர்களுக்கு ஒரு பக்தி விருத்தி வருவதாக இருக்க வேண்டும். മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതായിരിക്കണം. மற்றவர்களுக்கு நன்மை உருவாவதாக இருக்க வேண்டும். എന്റെ സംസാരം ആരെയും വേദനിപ്പിക്കുന്നതായിരിക്കരുത്. என்னுடைய பேச்சு யாரையும் வேதனைப்படுத்துகிறதாக இருக்க கூடாது.
ഇങ്ങനെ ബൈബിളിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. இப்படி பைபிளில் अनेक कंडीशन இருக்கிறது. ആമേൻ സ്തോത്രം. ഈ വാക്യങ്ങളാണ് നമ്മെ ക്വാളിറ്റി ഉള്ളവരായി മാറ്റുന്നത്. இந்த வசனங்கள் தான் நம்மை மிகவும் குவாலிட்டி உள்ளவர்களாக மாற்றுகிறது. നമ്മുടെ ജീവിതം വളരെ ക്വാളിറ്റി ഉള്ള ഒരു ജീവിതമായിരിക്കണം. நம்முடைய வாழ்க்கை மிகவும் குவாலிட்டி உள்ளதாக இருக்க வேண்டும். ആമേൻ. തുടർന്ന് ആ പൗലോസ് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ പൗൽ തുടർന്ന് കീഴിലുള്ള വചനങ്ങൾ ചൊല്ലുമ്പോൾ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കൽപ്പനകൾ എന്തിട്ടുള്ള തന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ശുദ്ധീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. എന്തിനാ ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത്? വചനം നമ്മെ ശുദ്ധീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, നിന്റെ സത്യം കൊണ്ട് ഇവരെ ശുദ്ധീകരിക്കണമേ. ആമേൻ സ്തോത്രം. നിന്റെ വചനം സത്യമാണ്. വചനത്താലുള്ള ശുദ്ധീകരണം നിരന്തരം ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വചനം കേൾക്കുക മാത്രമല്ല, വചനം അനുസരിക്കുകയും ചെയ്യണം. ദൈവം ഇരുണ്ടു കിടന്ന ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പുതിയ നിയമത്തിലെ വരുമ്പോ ഇരുണ്ടു കിടന്ന മനുഷ്യ ഹൃദയത്തിൽ സുവിശേഷം എന്നൊരു വെളിച്ചത്തെ ദൈവം കൊടുത്തു. ആ സുവിശേഷം അവൻ സ്വീകരിച്ചപ്പോൾ ക്രിസ്തു ആകുന്ന വെളിച്ചം അവന്റെ ഉള്ളിൽ വന്നു. അവന്റെ ഹൃദയത്തിൽ ഇരുന്ന ഇരുട്ടൊക്കെ പുറത്തുപോയി. ദൈവ വചനം എന്ന വെളിച്ചം വീണ്ടും അവന്റെ ഉള്ളിൽ കൊടുക്കുക. ആ വചനം അവനെ, ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തണം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ. വചനം കേൾക്കുന്നവൻ എന്ത് ചെയ്യണം? അതുപോലെ ചെയ്യണം. യേശു ഭൂമി വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പേ ശിഷ്യന്മാരോട് 2 കൽപ്പന കൊടുത്തു. മത്തായി സുവിശേഷം 28-18-19-20 വാക്യങ്ങളിൽ അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യന്മാരാക്കി പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അവരനുസരിക്കേണ്ടതിന് അവരെ പഠിപ്പിക്കണം.
Praise the Lord. Hallelujah. 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 ശിഷ്യന്മാരാണ് അവസാനമായി കൊടുത്തത്. ശിഷ്യர்களோடு கடைசியாக கொடுத்தது നിങ്ങൾ അവരെ പഠിപ്പിക്കണം, நீங்கள் அவர்களுக்கு கற்றுக் கொடுங்கள், അവരിതിനെ അനുസരിക്കണം. அவர்கள் இதற்கு கீழ்ப்படிய வேண்டும். Praise the Lord. Hallelujah. 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 അതുകൊണ്ടാണ് ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ഈ ലേഖനങ്ങളിൽ വായിക്കുന്നത്. அதனால்தான் இந்த பகல் வேளையில் நாம் நிருபங்களில் வாசிக்கிறோம். എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ எபேசியர் 5-ാം அதிகாரத்தில் வரும்போது അതിന്റെ 26-ാം വാക്യം, 26வது வசனம், അവൻ അവളെ ക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, വചനമെന്ന ജലസ്നാനത്താൽ അവളെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോട് തന്റെ മുന്നിൽ നിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു. എന്തിനാ യേശു കാൽവരി ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ സഭ, അതാണ് ആ ദർശനം. സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, സഭയെ തിരുവചനത്തെ കൊണ്ട് തണ്ണീർ ഒഴിക്കിനാൽ, ആമേൻ, സ്തോത്രം, കറ ചുളുക്കം മാലിന്യം വാട്ടം ഒന്നുമില്ലാതെ, കറി തിരി മുതലായവകൾ ഒന്നുമില്ലാமல் നിഷ്കളങ്കയായി ഒരു പിഴയற்ற ഒരു സഭയാക തേജസ്സോട് തനിക്ക് മുന്നേ നിർത്തേണ്ടതിന്, മഹിമയോടെ തനക്ക് മുൻപാകെ നിർത്തിക്കൊള്ളുന്നതിനാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ ഉദ്ദേശം എന്നുള്ളത് ശുദ്ധീകരണമാണ്. ദൈവനുടെ അത് നോക്കം എന്നത് ഒരു ശുദ്ധീകരിപ്പ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം ഭൂമിയിൽ നയിക്കണം. പരിശുദ്ധ வாழ்க்கை നാം இந்த உலகத்தில் செய்ய வேண்டும். വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. പരിശുദ്ധ வாழ்க்கை வாழ்ந்து தேவனை பிரியப்படுத்த வேண்டும். ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടോ? இந்த தரிசனம் நமக்கு இருக்கிறதா? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടോ? இந்த ஒரு தரிசனம் நமக்குள்ளாக இருக்கிறதா? വചനം കേട്ടിട്ട് ഈ വാതിൽ കഴിഞ്ഞു പോയിട്ട് സ്വഭാവം മാറരുത്. വചനത്തെ കേട്ടുവിട്ട് இந்த വാസൽ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ മാറக்கூடாது. ദൈവത്തിനെ കോപപ്പെടുത്തരുത്. ദൈവനെ കോപപ്പെടുത്തൂടാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ സംഗീതത്തിൽ വാസിക്കുമ്പോൾ, ആമേൻ, 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം, 11-ഉം 12-ഉം വായിക്കാം. ഭയത്തോട് യഹോവയെ സേവിക്കണം. എങ്ങനെ? വിറയലോട് ഘോഷിച്ച് ഉല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. ആമേൻ. പുത്രനെ എന്ത് ചെയ്യണം? വഴിയിൽ നശിക്കാതിരിപ്പാൻ വഴിയിൽ അഴിയാതെ പിടിക്കുക. പുത്രനെ ചുംബിപ്പിൻ. കുമാരനെ മുത്തം ചെയ്യുங்கள். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എന്തോ നിങ്ങൾക്ക് പുരിയുന്നതാ? നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ வாழ்க்கை പ്രയാണത്തിൽ നിങ്ങൾ അഴിഞ്ഞു പോകാതെ ഇരുக்க வேண்டும் என்றால் ക്രിസ്തുവിനെ ആരാധിക്കുക. യേശുക്രിസ്തുവെ ആരാധിക്ക வேண்டும். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്തോ ആരാധന? ആരാധന എന്നാൽ என்ன? റോമാലേഖനം 12-1. റോമർ 12:1. ആമേൻ, സ്തോത്രം. സഹോദരന്മാരെ, സഹോദരരെ, ആമേൻ, ദൈവപ്രസാദം ലഭിക്കേണ്ടതിന് ദേവനുക്ക് പ്രിയമായി ഇരിക്കുംപടിയാക ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് നിങ്ങൾ അർപ്പിക്കണം. നമ്മെ ജീവബലിയാக അവർക്ക് പരിശുദ്ധமாக അവർക്ക് ഒപ്പുകൊടുക്ക வேண்டும். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പുരിയുന്നതാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമാണ്. ഒരു ജീവനും ഒരു പരിശുദ്ധവുമുള്ള ഒരു ബലിയാകെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്. ദൈവം നമ്മളിൽ വിരുമ്പുന്നത് ഒരു പരിശുദ്ധത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും, നിങ്ങൾ എപ്പോഴും മറച്ചു
ആമേൻ സ്തോത്രം. നിങ്ങളുടെ വേണ്ടാത്ത കാര്യങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരും. உங்களுடைய வேண்டாத காரியங்களை தேவன் வெளியே கொண்டு வருவார். Praise the Lord. Hallelujah. 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 ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരുന്ന ഒരു നല്ല അവസരമാണ്. இந்த பகல் வேளையிலே நமக்கு தேவன் தருகிற ஒரு நல்ல வாய்ப்பாக இருக்கிறது. Praise the Lord. ശുദ്ധീകരണം. பரிசுத்தம். നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. உங்களை நீங்களே கவனித்துக் கொள்ளுங்கள். വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തൽ 22-ാം അധികാരം ആമേൻ സ്തോത്രം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ 11ാമത് വചനം വാസിക്കുമ്പോഴേ ഇനിയും അനീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ആ. ഇനിയും അഴുക്കാവട്ടെ, അശുദ്ധനായിരിക്കുന്നവൻ അഴുക്കായിരിക്കുന്നവൻ അങ്ങനെ ഇരിക്കട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും ആ. തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അതാ വിഷയം. ഹല്ലേലൂയ. യേശു വേഗം വരുന്നു. യേശു சீக்கிரமாக നീ வரப்போகிறார். വേഗത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചോളാം. நீ சீக்கிரமாக பரிசுத்தத்தை பெற்றுக்கொள்ள வேண்டும். ദൈവം വിളിച്ചത് ശുദ്ധീകരണത്തിനാണ്. தேவன் அழைத்தது பரிசுத்தத்திற்காக. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ 1 തെസ്സലോനിക്കർ 4-ാം അധികാരത്തിൽ അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച് 7ാമത് വചനത്തെ വാസിക്കണം. നമ്മെ അശുദ്ധിക്കല്ല, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. தேவன் நம்மை அசுத்தத்திற்கல்ல பரிசுத்தத்திற்கே அழைத்திருக்கிறார். ആമേൻ സ്തോത്രം. ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. பரிசுத்தம் மிகவும் முக்கியமானது. അപ്പൊ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം വായിക്കുമ്പോ 1 തെസ്സലോനിക്കർ 4-ാം அதிகாரம் வாசிக்கும்போது നാം എങ്ങനെ ജീവിക്കണമെന്ന് நாம் எப்படி நடக்க வேண்டும் என்று வாழ வேண்டும் என்று ആമേൻ സ്തോത്രം അതിന്റെ 12-ാം വാക്യം വരെ പറഞ്ഞിട്ടുണ്ട്. 12ാമത് വചനം വരെ சொல்லப்பட்டிருக்கிறது. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അതിന്റെ 11-ഉം 12-ഉം ഒന്ന് വായിക്കും. 11 ആ മര്യാദ നടപ്പാനും ആ ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും ആ ഇരിപ്പാനും വേണ്ടി ആ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ ആ അടങ്ങി പാർപ്പാനും ആ സ്വന്തം കാര്യം നോക്കുവാനും അടങ്ങി പാർപ്പാൻ, അടങ്ങി ജീവിക്കണം. அமைதலுள்ளவர்களாக இருக்கும்படியாக മറ്റുള്ളവരുടെ മുമ്പിൽ യോഗ്യമായി നടക്കണം. மற்றவர்களுக்கு முன்பாக தகுதி உள்ளவர்களாக நடக்க வேண்டும். അപ്പൊ 1 തെസ്സലോനിക്കർ 4-ന്റെ 1 മുതൽ 12 വരെ 1 തെസ്സലോനിക്കർ 4-ാം அதிகாரம் 1 മുതൽ 12 വരെ എങ്ങനെ ജീവിക്കണമെന്നാ പറയുന്നത്. எப்படி வாழ வேண்டும் என்று எழுதப்பட்டிருக்கிறது. 13 മുതൽ താഴോട്ടുള്ള വാക്യം 18 വരെയുള്ള വാക്യങ്ങൾ 13 മുതൽ 18 വരെയാണ് വചനങ്ങൾ മരണത്തിൽ പ്രത്യാശ ഉള്ളവരായിരിക്കണം. മരണത്തിൽ നമ്പിക്കയുള്ളവர்களாக இருக்க வேண்டும். ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യാശയുണ്ടോ? നம்பிக்கை இருக்கிறதா? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണഭയമില്ല. கிறிஸ்துவில் விசுவாசம் வைத்தவர் வைத்திருக்கிறவர்களுக்கு மரண பயம் இருக்காது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ ഒരു ഭക്തന്റെ ആഗ്രഹമാണ് മരണം. ஒரு பரிசுத்தவானுடைய விருப்பம் மரணமாக இருக்கிறது. Praise the Lord. ഹല്ലേലൂയ. 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 ആമേൻ. നമ്മൾ ആൾക്കാർ കൂടെ പറയും நம்முடைய ஜனங்கள் அடிக்கடி கூறுவார்கள், മരിച്ചെങ്കിൽ മതിയായിരുന്നു. ஓ மரித்தால் நலமாயிருந்திருக்குமே. അതെന്തുകൊണ്ടെന്നറിയാമോ? அது எதனால் தெரியுமா? ആമേൻ. അവർ ഉദ്ദേശിച്ചതുപോലെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട്. அவர்கள் விரும்புகிறது போல வாழ முடியாததினால். Praise the Lord. ஹல்லேலூயா. യേശുവിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. இயேசுவுக்கு விருப்பமுள்ளது போல் வாழுங்கள். അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ அப்போஸ்தலனாகிய பவுல் பிலிப்பியருக்கு எழுதும்போது ആമേൻ ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം பிலிப்பியருக்கு எழுதின நிருபம் 1-ാം அதிகாரம் അതിൽ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ലോകത്തിൽ ജീവിക്കുന്നതിനാൽ ആ. എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ആ. ഏത് തിരഞ്ഞെടുക്കണം എന്ന് ആ. ഞാൻ അറിയുന്നില്ല. ആമേൻ. അവിടെ പുള്ളി പറയുന്നത് அவர் கூறுவது, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോടിരിക്കുന്നത് എനിക്ക് വലിയ ആഗ്രഹമാണ്. இந்த உலகத்தை விட்டு பிரிந்த கிறிஸ்துவோடு இருப்பது எனக்கு மிகவும் விருப்பமாக இருக்கிறது. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ஆனால் உங்களுக்காக நான் சரீரத்தில் இருக்க வேண்டியது மிகவும் தேவையா இருக்கிறது. Praise the Lord. ഹല്ലേലൂയ. Hallelujah. Hallelujah. അപ്പൊ ഒരു ആ ദൈവദാസൻ ശരീരത്തിൽ ഇരുന്നാലേ സഭയെ പ്രബോധിപ്പിക്കുകയോ കർത്താവിന്റെ വേല ചെയ്യുകയോ പറ്റത്തുള്ളൂ. ஒரு தேவனுடைய தாசன் அப்படி சரீரத்தில் இருந்தால் மட்டும்தான் தேவனுடைய சபையை நடத்தவோ அவர்களுக்கு புத்தி சொல்லவோ முடியும். അവൻ പറയുന്നു ആമേൻ സ്തോത്രം. അത് വളരെ നന്മയായ വിഷയമാണ്. அது மிகவும் நன்மையான காரியமாக இருக்கிறது. എന്നാൽ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോടിരിക്കുന്നത് അതിലും നല്ലതാണ്. ஆனால் இந்த சரீரத்தை விட்டு பிரிந்து கிறிஸ்துவோடு கூட இருப்பது அதிலும் நன்றாக இருக்கிறது. ഞാൻ ഏത് തെരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കൺഫ്യൂസ് ആയിട്ട് പറയൂ. நான் எதை தேர்ந்தெடுக்க வேண்டும் எனக்கு தெரியவில்லை. அவர் குழப்பமாக சொல்கிறார். Praise the Lord. ஹல்லேலூயா.
കർത്താവ് വേഗം വരും. கர்த்தர் சீக்கிரமாக வரப்போகிறார். കർത്താവ് വേഗം വരും. கர்த்தர் சீக்கிரம் வரப்போகிறார். അതിനായിട്ടുള്ള ഒരുക്കമാണ് ഈ ജീവിതം. அதற்குரிய அந்த ஆயத்தம் தான் இந்த வாழ்க்கை. ജീവിതം വിശുദ്ധിയോടെ ജീവിക്കണം. வாழ்க்கை பரிசுத்தத்தோடு வாழ வேண்டும். കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിക്കുമ്പോൾ கர்த்தருடைய வருகை குறித்து படிக்கும்போது രാത്രി കള്ളനെ പോലെ വരുമെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. இரவு திருடனை போல் வரும் என்று எழுதப்பட்டிருக்கிறது. Praise the Lord. ഹല്ലേലൂയ. 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 അത് തന്റെ വരവിന്റെ ആ വരവ് രഹസ്യമാണെന്ന് അറിയാൻ വേണ്ടി അങ്ങ് എഴുതിയിരിക്കുന്നു. அது அவருடைய வருகை மிகவும் ரகசியமானது என்று கூறுவதற்காக அப்படி எழுதப்பட்டிருக்கிறது. എന്നാൽ ദൈവമക്കൾക്ക് ஆனால் தேவனுடைய பிள்ளைகளுக்கு വളരെ പ്രത്യാശയോട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതാ യേശുവിന്റെ വരവ്. மிகவும் நம்பிக்கையோடு ஆவலோடு எதிர்பார்த்திருக்கிறார்கள். Praise the Lord. ഹല്ലേലൂയ. 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 ദൈവമക്കൾ മരണത്തിൽ പ്രത്യാശയുള്ളവരാണ്. தேவனுடைய பிள்ளைகள் மரணத்தில் நம்பிக்கை உள்ளவர்கள். ക്രിസ്തുവോടുള്ള ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. கிறிஸ்துவோடு இருக்கிற வாழ்க்கையில் நம்பிக்கை உள்ளவர்கள். അടുത്ത അധ്യായത്തിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ അതിനെ തുടർന്നുള്ള ഭാഗം പറയുകയാണ്. ആ. കാലങ്ങളെയും ആ. സമയങ്ങളെയും കുറിച്ച് ആ. നിങ്ങളെ എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. ആ. കള്ളൻ രാത്രിയിൽ വരും പോലെ ആ. കർത്താവിന്റെ നാൾ വരുന്നു എന്ന് ആ. നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിന്റെ വരവ് രാത്രി കള്ളൻ വരുന്നത് പോലെ ആയിരിക്കുമെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അതെന്തോ അതിന്റെ അർത്ഥം? அதனுடைய அர்த்தம் என்ன? കള്ളൻ എപ്പോ വരുമെന്ന് ആർക്കും അറിയത്തില്ല. ടൈം സീക്രട്ടാ. திருடன் எப்பொழுது வருவார் என்று யாருக்கும் தெரியாது. அதனுடைய அது ஒரு சீக்ரெட்டாக இருக்கிறது. Praise the Lord. ஹல்லேலூயா. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ കുറിച്ച് താഴോട്ട് എഴുതിയിട്ടുണ്ട്, വായിച്ചാണ്. അവർ സമാധാനമെന്നും ആ. നിർഭയമെന്നും പറയുമ്പോൾ ആ. ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ ആ. അവർക്ക് പെട്ടെന്ന് ആ. നാശമെന്ന് ഭവിക്കും. ആമേൻ. സ്തോത്രം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെയാ கர்ப்பவதிகளுக்கு பிரசவ வேதனை வருவது போல അവർക്ക് നാശം സംഭവിക്കും. அவர்களுக்கு அழிவு சடுதியாய் வரும். ആർക്ക്? யாருக்கு? പ്രത്യാശ ഇല്ലാത്തവർക്ക്, நம்பிக்கை இல்லாமல் இருக்கிறவர்களுக்கு, ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്. இருளில் இருக்கிற ஜனத்திற்கு. എന്നാൽ ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവർ ஆனால் தேவனுடைய பிள்ளைகள் என்று சொல்லப்படுபவர்கள் അവർ നല്ല ബുദ്ധിയുള്ളവരാ. அவர்கள் நல்ல புத்தி உள்ளவர்கள். വചനത്തിന്റെ ആഴമറിഞ്ഞവരാ. வசனத்தினுடைய ஆழத்தை குறித்து அறிந்தவர்கள். ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചമുള്ളവരാ. கிறிஸ்துவினுடைய வசனத்தினுடைய அந்த வெளிச்சத்தை உடையவர்கள். അവർ വെളിച്ചത്തിന്റെ മക്കളാ. அவர்கள் வெளிச்சத்தின் பிள்ளைகள். അത് 4-ാം വാക്യം മുതൽ വായിച്ചാൽ എന്നാൽ സഹോദരന്മാരെ, ആ. ആ നാൾ ആ. കള്ളൻ എന്ന പോലെ ആ. നിങ്ങളെ പിടിപ്പാൻ ആ. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആ. നിങ്ങൾ എല്ലാവരും ആ. വെളിച്ചത്തിന്റെ മക്കളും ആ. പകലിന്റെ മക്കളും ആകുന്നു. ആമേൻ. നിങ്ങൾ എല്ലാരും വെളിച്ചത്തിന്റെ മക്കളാ, പകലിന്റെ മക്കളാ. நீங்க எல்லாரும் வெளிச்சத்தின் பிள்ளைகளும் பகலின் பிள்ளைகளுமாய் இருக்கிறீர்கள். 6-ാം വാക്യത്തിൽ അതുകൊണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ ഉണരരുത്, ഉറങ്ങരുത്. 6வது வசனத்தில் மற்றவர்கள் தூங்குகிறது போல நீங்கள் தூங்காமல் നിങ്ങൾ ഉണർന്നിരിക്കണം. நீங்கள் விழித்துக் கொண்டிருக்க வேண்டும். Praise the Lord. ഹല്ലേലൂയ. 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 അതിന്റെ അർത്ഥം ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ അങ്ങ് മയങ്ങി കിടക്കുക. தூக்கம் என்று சொல்வது அப்படி ஒன்றும் அறியாமல் அப்படியாக இருப்பது. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. ஆனால் தேவனுடைய பிள்ளைகள் அப்படி அல்ல. വചനം നന്നായി അറിഞ്ഞവർ, வசனம் நன்றாக அறிந்தவர்கள், യേശു വരുമെന്ന് പ്രതീക്ഷയുള്ളവർ, இயேசு வரும் என்று அந்த எதிர்பார்த்துக் கொண்டிருக்கிறவர்கள், ആമേൻ, യേശുവിന്റെ വരവിൽ പ്രത്യാശ ഉള്ളവരാണ്. இயேசுவுடைய வருகையில் நம்பிக்கை உள்ளவர்கள், അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ. அதற்காக காத்திருக்கிறவர்கள். അങ്ങനെയുള്ളവർ എങ്ങനെ ജീവിക്കണം? அப்படி உள்ளவர்கள் எப்படி வாழ வேண்டும்? Praise the Lord. ஹல்லேலூயா. ദൈവം നമ്മെ സ്തോത്രം ന്യായം വിധിക്കുവാൻ വന്നില്ല. தேவன் நம்மளை ஆக்கினைக்கு உட்படுத்துவதற்காக வரவில்லை. നാം എല്ലാം രക്ഷിക്കപ്പെടണം. நாம் எல்லாரும் ரட்சிக்கப்பட வேண்டும். ആ വരവിന്റെ പ്രത്യാശ ഉള്ളവർ அந்த வரவினுடைய நம்பிக்கை உள்ளவர்கள் എന്ത് ചെയ്യണം? என்ன செய்ய வேண்டும்? 1 തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ നിരുപം 5-ാം അധ്യായം 5-ാം അധികാരം അതിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 17 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ சொல்லப்பட்டிருக்கிறது. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ, ആകയാൽ സഭയോട് പറയുക, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. സഭയോട് പൗലോസ് എന്തോ പറയുന്നു? സഭയോട് പൗൽ എന്ന് കൂറുகிறார்? ആമേൻ. സ്തോത്രം. നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ചും നിങ്ങൾ ஒருவருக்கொருவர் புத்தி சொல்லிக்கொண்டு ആത്മീക വർധന വരുത്തിയും പോകണം. ഭക്തി விருத்தி உண்டாக செய்ய வேண்டும்.
வேண்டும். Praise the Lord. Hallelujah. മനസ്സിലാവുന്നുണ്ടോ? உங்களுக்கு புரிகிறதா? Hallelujah. Hallelujah. ഒരാൾ ആബ്സെന്റ് ആയാൽ അടുത്ത ആഴ്ച വരുമ്പോ അത് അന്വേഷിക്കണം എല്ലാവരും. ஒரு ஆள் வரவில்லை என்றால் அடுத்த வாரம் வரும்போது நீங்கள் எல்லாம் அதை விசாரிக்க வேண்டும். എന്തു പറ്റി? ஏன் என்ன உருவானது? കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലല്ലോ. கடந்த வாரம் பாஸ்டர் எதுவும் சொல்லவில்லை. അപ്പൊ ഒരുപക്ഷെ അവർ സഭയോട് അറിയിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരാൻ പറ്റിയില്ല എങ്കിൽ ஒருவேளை அவர் சபையோடு சொல்லி ஏதாவது ஒரு சூழ்நிலையில் வர முடியவில்லை என்றால் അവൻ പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു. பாஸ்டர் கூறினார் நாங்கள் ஜெபம் பண்ணினோம். Praise the Lord. ஹalleluya. നിങ്ങൾക്ക് സുഖമുണ്ടോ? உங்களுக்கு நீங்கள் நலமா இருக்கிறீர்களா? അന്വേഷിക്കണം. நீங்கள் அவர்களை விசாரிக்க வேண்டும். അവനെ ഫോൺ ചെയ്ത് അന്വേഷിക്കണം. ഫോൺ ചെയ്ത് വിസാരിக்க வேண்டும். ഏതെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനൊന്ന് തിരുത്തി കൊടുക്കണം. ஏதாவது சிறிய தவறு இருந்தால் அதை நீங்கள் திருத்தம் செய்ய வேண்டும். Praise the Lord. ஹalleluya. Praise the Lord. ഹalleluya. Hallelujah. ഹalleluya. ആമേൻ. സ്തോത്രം. അപ്പോ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ஏதாவது ஒரு சிறிய தவறுகள் இருந்தால் அதையெல்லாம் திருத்தம் செய்ய வேண்டும். വചനം നന്നായി പഠിക്കണം. വചനത്തെ നന്നായി കற்றுകൊள்ள வேண்டும். Praise the Lord. ഹല്ലേലൂയ. ചെറിയ തെറ്റുകൾ വിശ്വാസികൾ ഉണ്ടാകാം. சிறிய தவறுகள் விசுவாசிகளுக்குள்ளாக உருவாகலாம். എവിടെ കണ്ടാൽ അത് കറക്റ്റ് ചെയ്യണം. எங்கே பார்த்தாலும் அதை திருத்தம் செய்ய வேண்டும். സിസ്റ്റർ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് പതുക്കെ സംസാരിക്കണം. சிஸ்டர் நீங்கள் பேசும்போது கொஞ்சம் மெதுவாக பேசுங்கள். നിങ്ങളുടെ സംസാരം എല്ലാവരും കേൾക്കുന്നുണ്ട്. உங்களுடைய பேச்சை எல்லாரும் கேட்கிறார்கள். നമ്മൾ അവരെ പറഞ്ഞ് ആ നേർവഴിക്കാക്കണം. அவர்களுக்கு சொல்லி அவர்களை நேர்வழியில் நாம் திருத்த வேண்டும். ഒരു വസ്ത്രധാരണ ശരിയില്ലെങ്കിൽ അവരോട് പറയണം പോയി യേശുവിന്റെ നാമത്തിൽ സഹോദരി ഇത് ശരിയല്ല ഒന്ന് മാറ്റിക്കോണം. ஒரு ஆடை அலங்காரம் சரியில்லை என்றால் நீங்கள் வந்து சொல்ல வேண்டும் சகோதரி இயேசுவின் நாமத்தில் இதை நீங்கள் மாற்றம் செய்ய வேண்டும் என்று. ഒരുത്തൻ മുടി വെട്ടാതെ വന്നാൽ ஒருவன் முடியை கத்தரிக்காமல் வந்தால் സഭയിലുള്ള അത്ര പേരും ചോദിക്കണം എന്താ നീ മുടി വെട്ടാത്തെ? சபையிலுடைய எல்லாரும் கேட்க வேண்டும் ஏன் நீ முடியை கட் பண்ணவில்லை என்று. അടുത്ത ആഴ്ച വരുമ്പോ മൊട്ടയായിട്ട് വരണം. அடுத்த வாரம் வரும்போது அவன் மொட்டையாக வர வேண்டும். ഓ ഈ മുടി വളർച്ച അല്ലെങ്കിൽ ഇനി നമ്മളെ വിടത്തില്ല. ஓ இந்த முடியை நாம் இனி வளர்த்த கூடாது இல்லாவிட்டால் அவர்கள் விட மாட்டார்கள். ആമേ സ്തോത്രം. പുറത്ത് എവിടെ വെച്ച് നമ്മുടെ ആൾക്കാരെ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണം. வெளியே வந்து நீங்கள் எங்கே நம்முடைய ஜனங்களை பார்த்தாலும் நீங்கள் கவனித்துக் கொள்ள வேண்டும். അപ്പൊ എന്തോ ചെയ്യണം? என்ன செய்ய வேண்டும்? പ്രബോധിപ്പിക്കണം. புத்தி சொல்ல வேண்டும். ആത്മീക വർധന ഉണ്ടാകണം. பக்தி விருத்தி உருவாக வேண்டும். ചില ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ കണ്ട് മടുത്തു പോയിരിക്കും. சிலர் நம்முடைய வாழ்க்கையில் வருகிற சில பிரச்சனைகளை பார்த்து சோர்ந்து போயிருப்பார்கள். അവരെ ഒന്ന് ധൈര്യപ്പെടുത്തണം. அவர்களை தைரியப்படுத்த வேண்டும். വചനം പറഞ്ഞു കൊടുക്കണം. வசனத்தை சொல்லிக் கொடுக்க வேண்டும். അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. அவர்களுக்காக ஜெபிக்க வேண்டும். അവരെ ഒന്ന് തട്ടി ഉണർത്തണം. அவர்களை ஒன்று எழுப்பி அழகொட்டி விட வேண்டும். അവരെ അനൽ പോകാതെ അവരുടെ ആത്മീയതയുടെ എരിവ് പോകാതെ സൂക്ഷിക്കണം. அவர்களுக்கு அந்த ஆவிக்குரிய அந்த அனல் போகாமல் நாம் அவர்களை பாதுகாத்துக் கொள்ள வேண்டும். പൗലോസ് ഇവിടെ പറയുന്നത് பவுல் இங்கே கூறுவது തമ്മിൽ നിങ്ങൾ ആത്മീക വർധന ഉണ്ടാക്കണം. ஒருவருக்கொருவர் நீங்கள் பக்தி விருத்தி உண்டாக்க வேண்டும். തമ്മിൽ നിങ്ങൾ പ്രബോധിപ്പിക്കണം. ஒருவருக்கொருவர் நீங்கள் புத்தி சொல்ல வேண்டும். അതിന് വചനം നന്നായി അറിയണം. அதற்கு வசனம் நன்றாக அறிந்து கொள்ள வேண்டும். ഞാൻ കേൾക്കുന്നത് ശ്രദ്ധിക്കണം. கேட்கிறது நாம் மிகவும் கவனமாக இருக்க வேண்டும். Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോ താഴോട്ട് നമ്മൾ വായിക്കുന്ന സമയം கீழே நாம் വാசிക്കുம்போது 12-13 വാക്യം 12-13 വചനങ്ങളിൽ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. 12-13 വാക്യം എന്നറിയാമോ? 12-13 വചനങ്ങൾ என்ன தெரியுமா? ആമേ. ദൈവദാസന്മാരുടെ വേല നിമിത്തം, தேவனுடைய தாசருடைய அந்த ஊழியத்தின் நிமித்தம். ചിലർ വിചാരിക്കുന്ന ശുശ്രൂഷ വളരെ എളുപ്പം അങ്ങനെ ഒന്ന് പ്രസംഗിച്ചാൽ മതിയല്ലോ. சிலர் நினைக்கிறார்கள் ஊழியம் மிகவும் எளிது, இப்படி நின்று பிரசங்கம் பண்ணினால் போதுமே. അതുകൊണ്ട് പൗലോസ് അവരുടെ വേല നിമിത്തം അവരെ സ്നേഹമായി കരുതിക്കൊള്ളണം. அதனால பவுல் கூறுகிறார் அவருடைய வேலையை நிமித்தம் அவர்களை அன்பாய் எண்ணிக்கொள்ள வேண்டும். ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരോട് സ്നേഹവും ബഹുമാനവും ഇല്ലാത്തവർ, ஊழியக்காரர்களோடு அன்பும் மதிப்பும் இல்லாதவர்கள் അവരുടെ ശുശ്രൂഷകളെ അലക്ഷ്യമാക്കും. அவர்களுடைய ஊழியத்தை அப்படி அலட்சியம் பண்ணுவார்கள். അങ്ങനെ ശുശ്രൂഷ അലക്ഷ്യമാക്കിയാൽ அப்படி ஊழியத்தை அலட்சியம் பண்ணினால் ആത്മീക അനുഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാകത്തില്ല. ஆவிக்குரிய ஆசீர்வாதங்கள் அவர்களுக்கு உருவாகாது. Praise the Lord. ஹல்லேலூயா. ആദ്യം
ആമേൻ, ബഹുമാനിക്കാൻ പഠിക്കണം. முதலாவது கனம் பண்ண நாம் கற்றுக்கொள்ள வேண்டும். പൗലോസ് പറയുന്ന ശുശ്രൂഷകന്മാരോട് ബഹുമാനമായി പെരുമാറണം. பவுல் கூறுகிறார் ஊழியக்காரரோடு மிகவும் கனத்தோடு நாம் பரிமாற வேண்டும். അത് പല സ്ഥലങ്ങളിലില്ല. அது பல இடங்களில் கிடையாது. പലരും ശുശ്രൂഷകന്മാരെ നിസ്സാരമായി പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട്. அநேகர் ஊழியக்காரர்களை நிசாரமான வார்த்தைகளால் பேசுகிறதை நான் கேட்டிருக்கிறேன். ഞാൻ എന്റെ ആത്മീക പിതാവായിരിക്കുന്ന പാസ്റ്റർ ഗീ വർഗീസ് അവர்கள், என்னுடைய ஆவிக்குரிய தகப்பனாயிருக்கிற மதிப்புக்குரிய பாஸ்டர் கி வர்கீஸ் அவர்கள், ഇന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ആ പേര് കേട്ടാൽ ഞാൻ ഞെട്ടി ഉണരും. நான் இன்று தூங்கி இருந்தாலும் அவருடைய பேரை கேட்டால் நான் அப்படி திடீரென்று எழுப்புவேன். പണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം பண்ட நாட்களில் நான் வெளிநாட்டிலிருந்து வந்த போதே അത് ടെലിഫോൺ ബൂത്തുകൾ, அன்றைக்கு டெலிபோன் பூத்தாக காணப்பட்டது. ഇതുപോലെ മൊബൈൽ പ്രബലമല്ല. இப்படி மொபைல் அன்றைக்கு பிரபலப்படவில்லை. ഞാനൊരു ബൂത്തിൽ പോയി എന്റെ സഹോദരന്മാർക്ക് ഗൾഫിലെ ഫോൺ ചെയ്തു. நான் பூத்தில் கடந்து சென்று அப்படியே சகோதரர்களுக்கு வெளிநாடுகளுக்கு அப்படி போன் பண்ணி கொண்டிருந்தேன். ഞാൻ എല്ലാവർക്കും ഒരു സൈഡിൽ നിന്ന് ഞാൻ ഫോൺ ചെയ്യുക. நான் அப்படி ஒவ்வொருக்காக போன் பண்ணி கொண்டிருக்கிறேன். அந்த നമ്പർ കാണുമ്പോ അവിടെ ബൂത്തിൽ ഇരിക്കുന്നവർക്ക് അറിയാം ഇത് ഇന്റർനാഷണൽ കാളാണ്. அப்படி அந்த நம்பரை பார்க்கும் போதே பூத்தில் இருக்கிறவர்கள் தெரியும் இது வந்து வெளிநாட்டில் உள்ள ஆளாக இருக்கிறது என்று. Praise the Lord. ஹalleluya. ഞാൻ 2-3 കോൾ വിളിച്ചപ്പോ പുള്ളി എനിക്കൊരു സ്റ്റൂൾ എടുത്തു ഇരുന്ന് സംസാരിക്കാൻ. நான் இப்படி 2-3 அழைப்பு அழைத்த போது அந்த நபர் எனக்கு ஒரு ஸ்டூலை எடுத்து தந்தார். ഞാൻ ഇരുന്നുകൊണ്ട് സംസാരിച്ചു. நான் இருந்து கொண்டு பேசிக் கொண்டிருந்தேன். അവസാനമായും ഞാൻ വിളിച്ചത് പാസ്റ്റർക്ക്. கடைசியாக நான் கூப்பிட்டது பாஸ்டருக்கு. പാസ്റ്റർക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോ நான் பாஸ்டருக்கு போன் பண்ணின போதே പാസ്റ്റർ എടുത്തു. பாஸ்டர் எடுத்தா ഹലോ എന്ന് കേട്ടു. ஹலோ என்று கேட்டார். ആ ഒരു ശബ്ദം എന്റെ കാതിൽ കേട്ടപ്പോ ഞാൻ ഇരുന്നിടത്ത് എഴുന്നേറ്റിരിക്കുക. அந்த ஒரு சத்தம் என் காதில் விழுந்த போது நான் இருந்த இடத்தில் இருந்து அப்படியாக எழுந்து நின்றேன். ബൂത്തിലിരിക്കുന്നവൻ അത്ഭുതമായി നോക്കുന്നത് എന്റെ മുഖത്തിൽ. பூத்தில் இருக்கிறவன் அப்படியாக அற்புதமாக என்னை பார்க்கிறான். ആ ദേവദാസൻ ദൂരെയായി എത്ര കിലോമീറ്റർ അപ്പുറത്തായിരിക്കുന്നു. அந்த தேவனுடைய ஊழியக்காரர் எத்தனை கிலோமீட்டருக்கு அப்பாற்பட்டு காணப்படுகிறான். ഞാൻ എങ്ങനെ ഇരുന്നാലും പുള്ളി അത് അറിയാൻ പോകുന്നില്ല. நான் எப்படி இருந்து பேசினாலும் அவர் ஒன்றும் அறிய மாட்டார். പക്ഷെ പുള്ളിയുടെ ഒരു ശബ്ദമുണ്ടല്ലോ. ஆனால் அந்த ஊழியக்காரருடைய ஒரு சத்தத்தை கேட்ட போதே അന്നാ എനിക്ക് മനസ്സിലായത് அன்றுதான் எனக்கு புரிந்தது. ഈ ദൈവദാസനെ കുറിച്ച് എത്ര ഭയം എന്റെ ഉള്ളിൽ കിടക്കുന്നു. இந்த தேவ ஊழியக்காரரை குறித்து எவ்வளவு பயம் எனக்குள்ளாக இருக்கிறது. ആ മനുഷ്യൻ ഞങ്ങളോട് കാണിച്ച സ്നേഹം, அந்த மனிதர் எங்களோடு காண்பித்த அன்பு, ഞങ്ങൾ ആ ദൈവദാസനോട് കാണിച്ച ബഹുമാനം, நாங்கள் அந்த தேவ ஊழியக்காரரோடு காண்பித்த ஒரு மதிப்பு, അതാണ് ഞങ്ങളെ ഉയർത്തിയത്. அதுதான் எங்களை இந்த மட்டும் உயர்த்தினது. Praise the Lord. ஹalleluya. Hallelujah. ஹalleluya. ഇന്നലെ ഞാൻ പാസ്റ്റർ കുഞ്ഞുമോൻ അവരുടെ കണ്ടു. நான் நேற்றைய தினம் என் பாஸ்டர் குஞ்சுமோன் அவர்களை பார்த்தேன். Praise the Lord. ஹalleluya. പുള്ളിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തും நான் அவரோடு பேசிக் கொண்டிருக்கும் போதே ഈ ഞങ്ങളുടെ ദൈവദാസനെ കുറിച്ച് സംസാരിക്കുവാനിടയായി. இந்த தேவனுடைய ஊழியக்காரரை குறித்து பேச இடையாயிற்று. ആ ദൈവദാസന്റെ ഉള്ളിലും ഞങ്ങളുടെ എല്ലാം പാസ്റ്റർ, അതുകൊണ്ട് വലിയ ബഹുമാനമുണ്ട് ഇപ്പോഴും. எங்களுக்கு எல்லாம் அவர் ஒரு ஊழியக்காரர், நல்ல ஒரு மரியாதை மதிப்பு அவரிடத்தில் இருக்கிறது. കുട്ടപ്പൻ സഹോദരൻ ആ സഭയിൽ ആരാധിച്ചതാണ്. குட்டப்பன் பிரதரும் அந்த சபையை ஆராதித்தவர். കനകരാജ് ബ്രദർ അവിടെ ആരാധിച്ചതാണ്. கனகராஜ் பிரதரும் அங்கே ஆராதித்தவர். ആ ശുശ്രൂഷകൻ പാസ്റ്റർ ഗീ വർഗീസ് എന്ന് പറഞ്ഞാൽ ഇന്നും ഭയമാ. அந்த ஊழியக்காரர் பாஸ்டர் கி வர்கீஸ் என்று கூறினால் இன்றும் எங்களுக்கு பயமாக இருக்கிறது. ഇന്നും ബഹുമാനമാണ്. இன்றும் ஒரு மதிப்பு மரியாதை இருக்கிறது. ഞാൻ സഭയിൽ പോകുമ്പോ நான் அந்த சபையை கடந்து போகும்போது ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു പാട്ടുപുസ്തകം കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ஏதாவது ஒரு சூழ்நிலையில் ஒரு பாட்டு புத்தகம் கொண்டு போக முடியவில்லை என்றால் പാസ്റ്റർ ആരാധന നടക്കുമ്പോൾ ഈ തമ്പേർ അടിച്ചടിച്ച് നടന്നു വരും. அப்படியாக அவர் வந்து ஆராதனை நடக்கும்போது அப்படியே ஜாலர் அடித்தடித்து அப்படியாக கடந்து வருவார். അടുത്ത് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. அவர் பக்கத்தில் வரும்போது நாங்கள் ஜெபம் பண்ணுவோம். ദൈവമേ, ഞങ്ങൾ പാട്ടുപുസ്തകം കൊണ്ടുവരാത്തത് പാസ്റ്ററുടെ കണ്ണിൽ കാണരുതേ എന്ന്. தேவனே, நாங்கள் பாடல் புத்தகத்தை கொண்டு வந்தது பாஸ்டர் கண்ணில் படக்கூடாது என்று. ഒരുപക്ഷെ കണ്ടാൽ, ஒருவேளை பார்த்து விட்டால், പാസ്റ്റർ കണ്ടോ ഇല്ലയോ എന്ന് അപ്പോഴറിയാൻ പറ്റത്തില്ല. பாஸ்டர் பார்த்தாரா இல்லையா என்று அப்பொழுது தெரியாது. എല്ലാം കഴിഞ്ഞ് പുറത്തു പോയി നിൽക്കുമ്പോ எல்லாம் முடிந்து வெளியே வரும்போது അങ്ങനെ പിടിക്കും. அப்படியாக கூப்பிடுவார். എന്തോ പാട്ടുപുസ്തകം കൊണ്ടുവരാത്തത്. ஏன் பாட்டு புத்தகம் கொண்டு வரவில்லை? ഈ ഒരു വാക്ക് പുള്ളി നിന്ന് കേൾക്കാൻ ഭയമാ. இந்த ஒரு வார்த்தை அவருடைய வாயிலிருந்து கேட்பதற்கு எங்களுக்கு பயமாக இருக்கும். അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടായത്. அதனால்தான் எங்களுக்கு இன்று இந்த மட்டும் ஒரு குவாலிட்டி உருவானது. ഒരു ശുശ്രൂഷകനെ കുറിച്ച് ഒരു ഭയം ഉണ്ടാകണം. ஒரு ஊழியக்காரனை குறித்து பயம் உருவாக வேண்டும். നിങ്ങളുടെ അപ്പനെ കുറിച്ച് ഒരു ഭയം ഉണ്ടാകണം. உங்களுடைய தகப்பனாரை குறித்து ஒரு பயம் இருக்க வேண்டும். Praise the Lord. ஹalleluya. ഈ പിതാക്കന്മാർ
അപ്പനൊക്കെ കൊടുക്കുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും മിസ്യൂസ് ചെയ്യരുത്. தகப்பன்மார் கொடுக்கிற அந்த அன்பையே எல்லாம் நாம வந்து மிஸ்யூஸ் பண்ணக்கூடாது. ആമേൻ. ഏത് മക്കളാകട്ടെ, எந்த பிள்ளைகளாகட்டும், നിങ്ങളുടെ അപ്പൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പുള്ളിയുടെ മുമ്പിൽ പോകുമ്പോൾ വളരെ ബഹുമാനത്തോടെ വേണം പെരുമാറാൻ. உங்களுடைய தகப்பனார் இன்றும் உயிரோடு இருந்தால் அவருக்கு முன்பாக கடந்து செல்லும்போது மிகவும் மதிப்போடு மரியாதையோடு செல்ல வேண்டும். നിങ്ങൾ എത്ര വയസ്സാകട്ടെ, നിങ്ങൾക്ക് உங்களுக்கு எவ்வளவுதான் வயதாகட்டும், നിങ്ങൾ ആരായിരിക്കട്ടെ, நீங்கள் யாராக இருக்கலாம், നിങ്ങൾ എന്തായിരിക്കട്ടെ, நீங்கள் எதுவாக இருக்கலாம், നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ പിതാവിനെ ബഹുമാനിച്ചിരിക്കണം. உங்களுடைய தகப்பனை தாயை நீங்கள் கனம் பண்ண வேண்டும். അങ്ങനെ ബഹുമാനിക്കുമ്പോഴാ ശുദ്ധീകരണം ഉണ്ടാകുന്നത്. அப்படி கனம் பண்ணும்போதுதான் உங்களுக்கு ஒரு சுத்திகரிப்பு உருவாகிறது. ശുദ്ധീകരണം ഇല്ലാത്തവൻ ബഹുമാനിക്കത്തില്ല, சுத்திகரிப்பு இல்லாதவன் கனம் பண்ண மாட்டான், അവനെ കൊണ്ട് കഴിയത്തില്ല. அவனை கொண்டு முடியாது. Praise the Lord. ஹalleluya, Hallelujah. ஹalleluya. എന്നെ ആമേൻ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. நான் अनेक இடங்களில் பார்த்திருக்கிறேன். ഒത്തിരി പേര് സംസാരിക്കുമ്പോൾ அநேகர் பேசும்போது അവർ പറയുന്ന എന്റെ അപ്പന് തുല്യം മറ്റൊരുത്തനില്ല. அவர்கள் சொல்லும்போது என்னுடைய தகப்பனாருக்கு துல்லியமாக வேறு யாரும் கிடையாது. നിങ്ങൾക്ക് ആ ചിന്തയുണ്ടോ? உங்களுக்கு அந்த சிந்தனை இருக்கிறதா? Praise the Lord. ஹalleluya. എന്റെ അമ്മയ്ക്ക് തുല്യമായി വേറെ ആരുമില്ല. என்னுடைய அம்மாவுக்கு துல்லியமாக வேறு யாரும் இருக்க முடியாது. എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു സ്ത്രീയില്ല. என்னுடைய மனைவியை பார்க்கிலும் அழகுள்ள ஸ்திரீ வேறு ஒருவரும் இல்லை. അതാ വിശുദ്ധ ഹൃദയത്തിലുള്ള ചിന്ത. அதுதான் பரிசுத்த இருதயத்திற்குள்ளாக இருக்கிற ஒரு சிந்தனை. മനസ്സിലാകുന്നു? உங்களுக்கு புரியுதா? എന്റെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു പുരുഷനില്ല. என்னுடைய கணவரை பார்க்கிலும் அழகுள்ளவர் வேறு ஒருவரும் இல்லை. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാന്ന് വിചാരിക്കും. நான் கூறுகிறது உங்களுக்கு புரிந்திருக்கும் என்று நினைக்கிறேன். ഇത് കവിഞ്ഞുള്ള കാഴ്ചപ്പാടും ചിന്തയും ദോഷമാണ്. இதுக்கு அப்புறமாக இருக்கிற பார்வை மிகவும் அது மோசமாக வந்து முடியும். Praise the Lord. ஹalleluya. Hallelujah. Hallelujah. ജീവിതത്തിൽ ഒത്തിരി ശുദ്ധീകരണം നമുക്ക് ഉണ്ടാകണം. வாழ்க்கையிலும் அநேக சுத்திகரிப்புகள் நம்முடைய வாழ்க்கையில் உருவாக வேண்டும். ഈ ഭാഗം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ இந்த பகுதியை நாம் தொடர்ந்து வாசிக்கும் போது പിന്നെയും പറയുക, மறுபடியும் சொல்கிறார். അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയം 14 മുതൽ 22 വരെയുള്ള വചനങ്ങളെ നാം വാസിക്കും പോது അതിന്റെ അകത്ത് 13 വിഷയം പൗലോസ് പറയും. அதற்குள்ளாக 13 காரியங்களை பவுல் கூறுகிறார். ഞാൻ ഒറ്റ വാചകത്തിൽ നമ്മൾ വേഗത്തിൽ വായിച്ചു നിർത്താം. நான் அப்படியே ஒரே வார்த்தையில் நான் வாசித்து முடிக்கிறேன். 14 വാക്യം വായിക്കാം. 14வது வசனம். സഹോദരന്മാരെ, ആ. ഞങ്ങൾ നിങ്ങളെ പ്രബോധിക്കുന്നത് ആ. ക്രമം കെട്ടവരെ ആ. ബുദ്ധി ഉപദേശിപ്പീൻ. ക്രമം കെട്ടവർക്ക് ബുദ്ധി ഉപദേശിക്കണം. ഒന്ന്, ஒழுங்கில்லாதவர்களுக்கு புத்தி சொல்லுங்கள். ആ. ഉൾക്കരുത്തില്ലാത്തവരെ ആ. ധൈര്യപ്പെടുത്തുവീൻ. ഭയപ്പെടുന്നവൻ, ഉൾക്കരുത്തില്ലാത്തവൻ നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തുവീൻ. ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവീൻ. ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. 4, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ മറ്റൊരാൾ തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ. മനസ്സിലാകുന്നുണ്ട് എന്തോന്ന്? உங்களுக்கு புரிகிறதா? Praise the Lord. ஹalleluya. ചിലർക്ക് സമാധാനപ്പെടുത്താൻ പോകും, വഴക്കുണ്ട്. சிலர் சண்டைகளை சமாதானப்படுத்த கடந்து செல்வார்கள். സമാധാനപ്പെടുത്തി താഴെ കൊണ്ടുവരും. சமாதானப்படுத்தி கீழே கொண்டு வருவார்கள். അവസാനം ഒരു വാക്ക് പറയും. கடைசியாக ஒரு வார்த்தை சொல்வார்கள். എന്നാലും അയാൾ അങ്ങനെ പറയണ്ടായിരുന്നു. இருந்தாலும் அவர் அப்படி சொல்லக்கூடாது அல்லவா? എന്നാലും അങ്ങനെ അയാൾ ചെയ്തല്ലോ. இருந்தாலும் அவர் அப்படி செய்தார் அல்லவா? അത്രയും നേരം സമാധാനപ്പെടുത്തി വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് വരിക, പിന്നെ അടിക്കട്ടത്. அவ்வளவு நேரம் சமாதானப்படுத்தி கடைசியாக எண்ணெயை ஒழித்துக் கொண்டு வருவார்கள். மீண்டும் சண்டை தொடங்கட்டும் என்று. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ, நமக்கு ஒரு பிரச்சனை உருவாகும் போது നമുക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ആവേശമേ ഉണ്ടാകത്തുള്ളൂ. அவர்களுக்கு நாம் ஒரு பிரதிகாரம் செய்ய வேண்டும் என்கிற ஒரு ஆவேசம் நமக்குள்ளாக உருவாகும். ആത്മാവിൽ ബലപ്പെടാത്തവർക്ക്, ஆவிக்குரிய வாழ்க்கையில் பலப்படாமல் இருக்கிறவர்களுக்கு ബലപ്പെട്ടവനെല്ലാം സഹിക്കും. பலப்பட்டவர்கள் எல்லாவற்றையும் பொறுமையாய் கைக்கொள்வார்கள். ആത്മാവിൽ ബലപ്പെട്ടവൻ എല്ലാ പരിഹാസവും എല്ലാ നിന്ദയും അവൻ സഹിക്കും. ஆவிக்குரிய வாழ்க்கையில் பலப்பட்டவர்கள் எல்லா பரிகாசங்களையும் எல்லா நிந்தனைகளையும் அவர்கள் பொறுத்துக் கொள்வார்கள். അങ്ങനെ ബലപ്പെടാത്തവർ തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. அப்படி பலப்படாதவர்கள் தீமைக்கு தீமை செய்யாதபடி உங்களை பாதுகாத்துக் கொள்ளுங்கள். അടുത്ത വാക്യം. തമ്മിലും ആ. എല്ലാവരോടും ആ. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആറാമത്തെ വിഷയം, എല്ലാവർക്കും നന്മ ചെയ്യണം. ஆறாவது காரியம் எல்லாവർക്കും நன்மை செய்யுங்கள். ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വ്യക്തമായി പഠിക്കുന്നു. கலாத்திய நிருபத்தில் நாம் தெளிவாக படிக்கிறோம். 6-ാം അധ്യായത്തിൽ 6ஆம் அதிகாரத்தில் 9 മുതലുള്ള വാക്യങ്ങൾ, ചെയ്യുകയിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നാം മടുത്തു പോകരുത്. വളർന്നു പോകാഞ്ഞാൽ ആ. തക്ക
ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും നന്മ ചെയ്യണം. അതേ സമയത്ത് സഭാ വിശ്വാസികൾക്കും നന്മ ചെയ്യണം. വിശേഷமாக വിശ്വാസ കുടുംബത്താർക്ക് നന്മ ചെയ്യ வேண்டும். Praise the Lord. Hallelujah. Hallelujah. ഏഴാമത്തെ കാര്യം, എപ്പോഴും സന്തോഷമായിരിക്കും. എട്ടാമത്തെ കാര്യം, എപ്പോഴും പ്രാർത്ഥിക്കും. ഒൻപതാമത് എല്ലാത്തിനും നിങ്ങൾ സ്തോത്രം ചെയ്യും. Praise the Lord. പത്താമത്തെ വിഷയം 19-ാം വാക്യമാണ്. ആത്മാവിനെ സ്തോത്രം. 20-ാമത്തെ വാക്യം 11. അതിന് മുമ്പ് പ്രവചനം തുച്ഛമായി കരുതരുത്. 11-ാമത്തെ വിഷയം പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. അതിന്റെ 12-ാം വാക്യം 21-ാം വാക്യത്തിലാണ്. എല്ലാം ശോധന ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണം. എങ്ങനെ ശോധന ചെയ്യും? വചനം അറിഞ്ഞവനെ ശോധന ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ബെൻഹിൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, ബെൻഹിൻ സ്തോത്രം. പുള്ളിയുടെ മീറ്റിംഗിനും ലക്ഷക്കണക്കിന് ജനങ്ങളാ കൂടി വരുന്നു. പുള്ളി കോട്ടെടുത്ത് വീശിയാൽ ജനം വീഴും. മൈക്കിൽ ഊതിയ അവിടെ ആ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും വീഴും. കൈ കാണിച്ചങ്ങ് വീഴും. ഇത് കണ്ട ജനമൊക്കെ എന്താ പറയുന്നത്? ഓ, ഭയങ്കര ദൈവശക്തി എന്ന. എന്നാൽ ഒടുവിൽ പുള്ളി ഏറ്റു പറഞ്ഞു, എന്റെ ശുശ്രൂഷ തെറ്റായിപ്പോയി, എന്റെ ശുശ്രൂഷ തെറ്റായിപ്പോയി. ആമേൻ. ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ അല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നു. അത് ഞാൻ ദൈവവചനം പഠിച്ചതുകൊണ്ട്. എല്ലാം ശോധന ചെയ്യണമെങ്കിൽ വചന പരിജ്ഞാനം ഉണ്ടാകും. ഇന്ന് കേരളത്തിലൊക്കെ ഒരുപാട്, കേരളത്തിൽ തമിഴ്നാട്ടിലും ഒരു പുതിയ ശുശ്രൂഷകൾ വന്നുകൊണ്ടിരിക്കുക. പിശാചിനെ അറിയുക, വെട്ടിക്കളയും, കുത്തിക്കളയും. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. പുള്ളി പറഞ്ഞു, ഞങ്ങൾ ആത്മീക മണ്ഡലത്തിൽ കയറി ഭയങ്കര യുദ്ധം ചെയ്യും. ഈ തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറത്തുള്ളൂ, ആത്മീക മണ്ഡലത്തിലൊന്നും കയറാൻ പറ്റത്തില്ല. പുള്ളിയുടെ അഭിപ്രായം, ദൂതന്മാർക്ക് ഞാൻ കൽപ്പിച്ചു. എത്ര യുദ്ധങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് നിർത്തിയെന്നറിയാം. പക്ഷേ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, വൈകുന്നേരം വരെ പുള്ളി സംസാരിച്ചു. ഒറ്റ വാക്യനെ കൊണ്ട് പറയിപ്പിച്ചില്ല. കൂടെ കേട്ടോണ്ടിരുന്ന ആൾ ഉച്ചയ്ക്ക് നൈസായിട്ട് വേണം ഉറങ്ങി. എനിക്ക് പോകാനും പറ്റി. ഞാനിങ്ങനെ കേട്ടോണ്ടേ. ആ സഹോദരന് ദൈവത്തോട് സ്നേഹമുണ്ട്. വല്ലതും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ആളിനാൾ. പിന്നെ എന്താ പറയാന്? തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല. പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം നല്ലത് മുറുകെ പിടിച്ചോണം. അതിന്റെ 13-ാമത്തെ വിഷയം 22-ാം വാക്യത്തിലുണ്ട്. എല്ലാ ദോഷവും വിട്ടകലണം.
பொல்லாங்கை தோன்றுகிற எல்லாவற்றையும் விட்டு விலகுங்கள். ആമേൻ സ്തോത്രം. 13 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. 13 காரியங்கள் அங்கே சொல்லப்பட்டிருக்கிறது. പറഞ്ഞിട്ട് അവസാനമായി സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. அப்படியாக சொல்லிவிட்டு கடைசியாக சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. ആമേൻ. നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ശേഷം കർത്താവിന്റെ വരവിനായി കാക്കപ്പെടുമാറാകട്ടെ. உங்கள் ஆவி, ஆத்மா, சரீரம் முழுவதும் கர்த்தராகிய இயேசு கிறிஸ்து வரும்போது குற்றமற்றதாக காக்கப்படுவதாக. കർത്താവിന്റെ വരവിൽ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഇല്ലാതിരിക്കണമെങ്കിൽ கர்த்தருடைய வருகையில் கரை, திரை முதலானவைகள் ஒன்றுமில்லாமல் இருக்க வேண்டும் என்றால் ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ, ஹல்லேலூயா, ഇതെല്ലാം നമ്മൾ അനുസരിക്കണം. இதெல்லாம் நாம் கீழ்ப்படிய வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. അപ്പനെ അമ്മയെ ഓൾഡ് ഏജ് ഹോമിൽ വിട്ടിട്ടാ ആ പെന്തക്കോസ്താർ ഭയങ്കര ആരാധന. தகப்பனையும் தாயையும் அப்படியாக முதியோர் இல்லத்தில் விட்டு தான் பெந்தேகோஸ்தர்கள் அப்படியே சபையில் வந்திருந்து ஆராதிக்கிறார்கள். ദൈവം അംഗീകരിക്കും. தேவன் இதை ஏற்றுக்கொள்வாரோ? ആരാ നിന്റെ അപ്പൻ? உன்னுடைய தகப்பன் யார்? നിന്റെ അമ്മ ആരാ? உன்னுடைய தாய் யார்? ബോധമുണ്ടോ? உங்களுக்கு அந்த உணர்வு இருக்கிறதா? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും இந்த பகல்வேளையில் இங்கே இருக்கிற யாராவது അപ്പനെയോ അമ്മയോ ബഹുമാനിക്കാത്തവരുണ്ടെങ്കിൽ, தாயும் தகப்பனை கனப்படாதவர்கள் இருந்தால், ആരെങ്കിലും മത്സരിച്ച് സംസാരിച്ചവരുണ്ടെങ്കിൽ, யாராவது எதிர்த்து பேசுகிறவர்கள் இருந்தால், ഇന്ന് മാപ്പ് ചോദിച്ച് നിരപ്പ് പ്രാപിച്ചോളൂ. இன்று மன்னிப்பு எடுத்து அவர்களோடு நீங்கள் பேச ஒப்புரவாக வேண்டும். അവർ തന്നതാ നമുക്കെല്ലാം. அவர்கள் தந்ததுதான் எல்லாமே நமக்கு. Praise the Lord. ஹல்லேலூயா. മാനിക്കേണ്ട സ്ഥാനത്ത് മാനിക്കണം. கனப்பட வேண்டிய இடத்தில் அவர்களை கனப்பட வேண்டும். അനുസരിക്കേണ്ട സ്ഥാനങ്ങളെ അനുസരിക്കണം. கீழ்ப்படிய வேண்டிய இடத்தில் கீழ்ப்படிய வேண்டும். Praise the Lord. ஹல்லேலூயா. Hallelujah. ஹல்லேலூயா. അവിടെ ആ ശുദ്ധീകരണം ഉണ്ടാകുന്നു. அங்கேதான் பரிசுத்தம் உருவாகிறது. എനിക്ക് കാശുണ്ട്, எனக்கு பணம் இருக்கிறது. അപ്പനെ അമ്മയെ നോക്കാൻ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ആക്കിയിട്ടില്ല. தாய் தகப்பனை பார்ப்பதற்கு நான் முதியோர் இல்லத்தில் அவர்களை போட்டுவிட்டு ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ എന്റെ ആത്മാവ് ഏതാണ്? நான் ആവിയിൽ നിറമ്പുகிறேன் என்றால் என்னுடைய ആവി என்ன ആവിயா இருக்கிறது? ഒരിക്കലും ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. நான் ஒரு முறை யூடியூபில் ஒரு வீடியோ பார்த்தேன். ഒരു മനുഷ്യൻ തനിക്ക് എത്രയോ ലക്ഷം ശമ്പളമുള്ള മനുഷ്യൻ ஒரு மனிதனுக்கு எத்தனை லட்சங்கள் சம்பளம் வருகிறது. അമ്മയെ നോക്കാൻ വേണ്ടി പുള്ളി ആ ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്നു. தன்னுடைய தாயை கவனிப்பதற்காக தன்னுடைய வீட்டை விட்டு தன்னுடைய ஊருக்கு கடந்து வந்தார். ചിലർ ചോദിച്ചു, சிலர் கேட்டார்கள், നിങ്ങൾക്ക് ഇത്രയും ശമ്പളം ഉണ്ടല്ലോ, உங்களுக்கு இவ்வளவு சம்பளம் வருகிறது அல்லவா? ജോലിക്ക് ഒരാളെ വെച്ച് നോക്കിക്കൂടിയോ? உங்களுக்கு ஒரு வேலைக்கு ஆள் வைத்து உங்களுடைய தாயை பார்க்கலாமே. എന്തിന് നിങ്ങൾ നല്ല ജോലിയെ കളഞ്ഞു? எதற்காக நீங்கள் இந்த நல்ல வேலையை விட்டு விட்டீர்கள்? ഇത്രയും ശമ്പളം ഉണ്ടല്ലോ, இவ்வளவு சம்பளம் வருகிறது அல்லவா? നിങ്ങൾ എത്ര രൂപ ശമ്പളം കൊടുത്താൽ നിങ്ങളുടെ അമ്മയെ പൊന്നു പോലെ നോക്കാൻ ആളുണ്ടല്ലോ. நீங்கள் இவ்வளவு பணம் கொடுத்து உங்களுடைய அம்மாவை பொண்ணு போல பார்ப்பதற்கு ஆள் இருக்கிறார்களே. Praise the Lord. ஹல்லேலூயா. പുള്ളി പറഞ്ഞു, அந்த மனிதர் கூறினார், ആരെങ്ങനെ നോക്കിയാലും ഞാൻ നോക്കുന്നത് പോലെ ആവർത്തിച്ചു. யார் எப்படி பார்த்தாலும் நான் பார்ப்பது போல் இருக்காதே. എന്നെ അമ്മ ആള് വെച്ചല്ല നോക്കിയത്. என்னுடைய அம்மை என்னை ஆள் வைத்தல்ல பார்த்தது. Praise the Lord. ஹல்லேலூயா. അമ്മ സ്വന്തം കൈ കൊണ്ട് എന്നെ വളർത്തിയത്. சொந்த கைகளினால் என்னை அவர் வளர்த்தினார். അതുകൊണ്ട് ഞാനും എന്റെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യും. அதனால் நானும் என்னுடைய அம்மாவை அப்படி கவனிப்பேன். അതാണ് ബോധം, அந்த ஒரு உணர்வு இருக்கு. അതാണ് അറിവ്. அதுதான் அறிவு. Praise the Lord. ஹல்லேலூயா. Hallelujah. ஹல்லேலூயா. എല്ലാ ബന്ധങ്ങളും അങ്ങനെയായിരിക്കും. അപ്പനെ അമ്മയെ മാത്രമല്ല, எல்லா உறவுகளும் அப்படி இருக்க வேண்டும். தாய் தகப்பன் மட்டுமல்ல, ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയും. ஒரு மனைவி கணவனோடு எப்படி வாழ வேண்டும் என்று பரிசுத்த வேதாகமம் தெளிவாக சொல்கிறது. ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ട്, தன்னுடைய கணவனோடு சண்டை போட்டுவிட்டு, അനുസരണക്കേട് കാണിച്ചിട്ട്, கீழ்ப்படியாமல் இருந்துவிட்டு, ആരാധിക്കുക കർത്തർമേശ എടുക്കുന്നത് ഒരു പ്രയോജനവുമില്ല. ஆராதித்து திருவிருந்து எடுப்பதால் எந்த பிரயோஜனமும் கிடையாது. അതെ, സ്വന്തം കുടുംബത്തെ നോക്കാത്ത ഭർത്താക്കന്മാർ, சொந்த குடும்பத்தை கவனிக்காத புருஷர்கள், സ്തോത്രം, ആരാധിച്ചിട്ടൊന്നും കാര്യമില്ല, പള്ളിയിൽ പോയിട്ടും കാര്യമില്ല. ஆராதித்தோ சபைக்கு போயோ எந்த காரியமும் இல்லை. ഇതെല്ലാം പാപത്തിന്റെ ആ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ അറിയണം. இதெல்லாம் பாவத்தினுடைய கிரியைகள் என்று நாம் அறிந்து கொள்ள வேண்டும். ശുദ്ധീകരണം ശുദ്ധീകരണം എന്ന് പറയുന്നതല്ല ശുദ്ധീകരണം. பரிசுத்தம் பரிசுத்தம் என்று சொல்வதல்ல பரிசுத்தம். ആമേൻ. ഓരോ വചനങ്ങളും നമ്മുടെ ഉള്ളിൽ ഓരോന്നിനെ സൃഷ്ടിക്കും. ஒவ்வொரு வசனமும் நமக்குள்ளாக ஒவ்வொரு காரியத்தை படைக்கிறது. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു. 6 நாளாக தேவன் எல்லாவற்றையும் படைத்தார். അവൻ പറഞ്ഞു, അത് സംഭവിച്ചു. அவர் கூறினார், அப்படியே அது ஆயிற்று. പക്ഷെ ആ വചനം തന്നെയാണ് നമ്മളും കേൾക്കുന്നത്. ஆனால் அந்த வசனத்தை தான் நாமும் கேட்கிறோம். ജീവനും ചൈതന്യമുള്ള വചനം. வல்லமை உள்ள வசனம். Praise the Lord. ஹல்லேலூயா. എന്തുകൊണ്ട് നമ്മിൽ അതൊന്നും സംഭവിക്കുന്നില്ല? எதனால் அது ஒன்றும் நம்மிடத்தில் உருவாகவில்லை?
മനസ്സിലാകുന്നുണ്ടോ? உங்களுக்கு புரிகிறதா? ലാസറു മരിച്ചവനായിരുന്നു. ലാസറു മരിച്ചവനായി இருந்தான். ലാസറുവിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു പറഞ്ഞു, ലാസറുവേ പുറത്തു വരിക. ലാസറുവിന്റെ കല്ലറയ്ക്ക് മുൻപാக യേശു എന്നിട്ട് പറഞ്ഞാൽ, ലാസറുവേ വെളിയെ വാ. ലാസറു പുറത്തു വന്നു. ലാസറു വെളിയെ വന്നാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അതേ വചനം തന്നെയാണ്. ഇത് ഇന്നും അതേ വചനം നിങ്ങളുടെ പേര് പറഞ്ഞ, ഉങ്ങളുടെ പേര് சொல்லி, നീ പാപം വിട്ട് പുറത്തു വാ. നീ പാപത്തെ വിട്ട് വെളിയെ വാ. ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കവിல்லை. എന്തോ വിഷയം? என்ன കാര്യം? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഉയരോടെ ഇരിക്കുന്ന മനുഷ്യരുടെ ഉള്ളത്തിനുള്ളിലെ ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരു സ്വതന്ത്രത്തെ ദൈവം കൊടുത്തിരിക്കുകയാണ്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? உங்களுக்கு புரிகிறதா? ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങൾ ഗവനിങ്ങൾ. ലാസറു മരിച്ചവനായിരുന്നു. ലാസറു മരിച്ചവനായിരുന്നാ അവന്റെ ഉള്ളിൽ ഫ്രീ വിൽ എന്നൊരു വിഷയമില്ല. അവനുക്കുള്ള ഒരു സ്വതന്ത്രമെന്നതാണ് ഒരു കാര്യം ഇല്ലേ. അതുകൊണ്ട് ദൈവം പറഞ്ഞപ്പോൾ അവൻ എഴുതിച്ചു. അതിനാൽ ദൈവം കൂറിനപ്പോൾ അവൻ എഴുതിവിട്ടാൻ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ ഉയരോടെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളത്തിനുള്ളിലെ ദൈവം സൃഷ്ടിച്ചപ്പോ ഫ്രീ വിൽ എന്നൊരു വിഷയം നമുക്കുണ്ട്. ദൈവം പഠിത്തപ്പോൾ നമുക്ക് സ്വതന്ത്രമെന്നതാണ് ഒരു കാര്യത്തെ നമുക്കുള്ള വെച്ചിരുന്നാ. വേണമെങ്കിൽ അംഗീകരിക്കാം, വിരുപ്പം ഇരുന്നാൽ ഏറ്റുകൊള്ളാം, ഇല്ലെങ്കിൽ കളയാം. ഇല്ലാവിട്ടൊക്കെ അംഗീകരിക്കാൻ മുടിയാതെ. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അത് ദൈവം നമുക്ക് വയ്ക്കുന്നതാണ് ഒരു സ്വതന്ത്രം. ആ വചനം அந்த വചനം നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ ഏറ്റുകൊണ്ടാൽ, ആ വചനം നിങ്ങളിൽ പ്രവർത്തിക്കും. அந்த വചനങ്ങൾ ഉള്ളിൽ ക്രിയ ചെയ്യും. നിങ്ങൾ അതിന്റെ പേരിൽ അവിശ്വാസം വെച്ചാൽ, നിങ്ങൾ அந்த വചനത്തിന്റെ മേൽ അവിശ്വാസം வைத்தால், ആ വചനം നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. அந்த വചനം നമ്മുടെ എന്ത് ക്രിയയും ചെയ്യാതെ. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. വചനം ജീവനും ബലവും ഉള്ളത്. പക്ഷെ ആ വചനം നശിച്ചു പോകത്തില്ല. ஆனால் அந்த வசனம் அழிந்து போகாது. കേൾക്കുന്ന വചനം നമ്മെ ന്യായവിധിക്ക് കൊണ്ടുപോകും. കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ന്യായതീർപ്പുക്ക് നേരാக Praise the കൊണ്ടുപോകും. Lord. Hallelujah. 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 ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊள்ள வேண்டும். നിങ്ങളുടെ ഫ്രീ വിൽ എല്ലാം കളഞ്ഞിട്ട് உங்களுடைய சுதந்திரத்தை எல்லாம் விட்டுவிட்டு കർത്താവിന് നിങ്ങളെ സമർപ്പിക്കുക. கர்த்தருக்கு முன்பாக உங்களை ஒப்புக்கொடுங்கள். എന്നാൽ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് ஆனால் வசனம் உங்களுக்குள்ளாக அப்பொழுது கிரியை செய்து கொண்டிருக்கும். എബ്രായ ലേഖനം எபிரேயருக்கு எழுதின நிருபம் 4-ാം അധ്യായം 4-ാം அதிகாரம் അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 2வது வசனம். അവരെ പോലെ നാം ഒരു സ്വതന്ത്രമാനം കേട്ടവരാകുന്നു. അവരെ പോലെ നാം ഒരു സദവർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തതുകൊണ്ട്, കേട്ടവരിൽ ആ വചനം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. Praise the Lord. ஹல்லேலூயா. ചുമ്മാ വചനം കേട്ട് മിണ്ടാതിരിക്കുകയല്ല, சும்மா வசனங்களை கேட்டு அப்படி பேசாமல் இருப்பதல்ல, കേൾക്കുന്ന വചനത്തിൽ വിശ്വസിക്കുക. கேட்கிற வசனத்தில் விசுவாசம் வைக்க வேண்டும். വിശ്വസിച്ചാൽ വചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. വിശ്വാസത്താൽ தேவனுடைய வசனம் உங்களுக்கு கிரியை செய்ய ஆரம்பிக்கும். വചനം പ്രവർത്തിക്കുന്നുള്ള വിഷയം നന്നായി അറിയുന്നവൻ പിശാച. വസനം ക്രിയ ചെയ്യുന്ന കാര്യത്തിൽ നന്നായി അറിയുന്നവൻ പിശാചാണവൻ. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വചനം അതിന്റെ 12-ാം വാക്യം. 8-ാമത് അധികാരം 12-ാം വചനം. വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. കണ്ടോ, വചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കിടന്നാൽ, വസനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ ഇരുന്നാൽ അവന് വിശ്വാസം ഉണ്ടാകും. അവർക്ക് വിശ്വാസം ഉരുവാകും. വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെടും. അവൻ വിശ്വാസം ഇരുന്നാൽ അവൻ രക്ഷിക്കപ്പെടുവാൻ. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിശാചിനെ ബന്ധിക്കുന്ന അധികാരം അവനുണ്ടാകും. രക്ഷിക്കപ്പെട്ടാൽ പിശാചെ കട്ടിക്കുന്നതാണ് അധികാരം അവനുക്കുള്ള ഉരുവാകും. അതൊന്നും ഉണ്ടാകാതിരിക്കേണ്ടതിന് അത് ഒന്നും ഉരുവാകാமல் ആ இருப்பதற்காக വചനം അവൻ എടുത്തു കളയും. அந்த வசனத்தை அவன் எடுத்து போடுகிறான். അതുകൊണ്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം அதனால் எபிரேயர் 2-ாம் அதிகாரம் അതിന്റെ 1-ാം വാക്യത്തിൽ, 1வது വചനത്തിൽ, ആകയാൽ നിങ്ങൾ കേൾക്കുന്ന ആ വചനത്തെ വിട്ടുകളയാതെ ஆகையால் நீங்கள் கேட்டவைகளை விட்டு விலகாதபடிக்கு അതിന്റെ ഹൃദയത്തിൽ നിങ്ങൾ സംഭരിക്കണം. அவைகளை நீங்கள் ஜாக்கிரதையாக காத்துக்கொள்ள வேண்டும். Praise the Lord. ஹல்லேலூயா. കേൾക്കണം, നിങ്ങൾ അത് ഗ്രഹിക്കണം. கேட்கிறதை நீங்கள் அப்படியாக புரிந்து கொள்ள வேண்டும். ഗ്രഹിക്കുന്നതനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കണം. புரிந்து கொள்வதற்கு ஏற்ப நீங்கள் அதற்கு கீழ்ப்படிய வேண்டும். യേശു വേഗം വരും. യേശു ശീഘ്രമായി வரப்போகிறார். രണ്ട് കാര്യങ്ങൾ ചിലപ്പോ നമ്മളെ അറിയാതെ സംഭവിക്കും. இரண்டு காரியங்கள் நமக்கு தெரியாமல் സംഭവിക്കും. ഒന്ന് മരണം, ஒன்று நம்முடைய மரணம், രണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്. ரெண்டு கர்த்தராகிய இயேசு கிறிஸ்துவினுடைய வருகை.
ഏത് രണ്ടിൽ ഏത് സംഭവിച്ചാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. இந்த ரெண்டில் ஏதாவது சம்பவித்தாலும் நமக்கு ஒன்றும் செய்ய முடியாது. എന്നാൽ ജീവിച്ചിരിക്കുന്ന നാം ஆனால் உயிரோடு இருக்கிற நாம் ദൈവവചനം കേട്ട தேவனுடைய வசனத்தை கேட்டு സ്തോത്ര കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയോട് கர்த்தருடைய வருகையினுடைய எதிர்பார்ப்போடு ദേഹം ദേഹി ആത്മാവ് അവന്റെ വരവിനായി വിശുദ്ധിയോടെ സൂക്ഷിക്കപ്പെടണം. ஆவி ஆத்மா சரீரம் அவருடைய வருகைக்காக பரிசுத்தத்தோடு காக்கப்பட வேண்டும். നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. உங்களை அழைத்த தேவன் உண்மையுள்ளவர். അവൻ അങ്ങനെ തന്നെ ചെയ്യും. அவர் அப்படியே செய்வாராக. ദൈവത്തിന്റെ പ്രതീക്ഷ ഇതാണ്. தேவனுடைய எதிர்பார்ப்பு இதுதான். Praise the Lord. ஹalleluya. യേശുക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുക. യേശുക്രിസ്തുവിന്റെ வருகைக்காக ஆயத்தப்படுங்கள். എങ്ങനെ ഒരുങ്ങണം? எப்படி ஆயத்தப்பட வேண்டும்? അവന്റെ വചനങ്ങൾ ഗ്രഹിച്ച அவருடைய வசனங்களை புரிந்துகொண்டு നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. நாம் செய்ய வேண்டிய காரியங்களை நாம் செய்ய வேண்டும். പലർക്കും അതിനെക്കുറിച്ച് ചിന്തയില്ല. അനേകർക്ക് അതിനെക്കുറിച്ച് ചിന്തന கிடையாது. ഇന്ന് പകൽക്കാലം இந்த பகൽവേളയിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ ശ്രദ്ധിക്കുക. நீங்கள் கேட்ட வசனங்களை ஜாக்கிரதையாக கவனியுங்கள். കർത്താവ് വേഗം വരും. கர்த்தர் சீக்கிரமாய் வரப்போகிறார். ദൈവം നമുക്ക് തന്ന ഈ ആയുസ് தேவன் நமக்கு தந்த இந்த வாழ்நாளில் ദൈവത്തിന് പ്രസാദം ലഭിക്കുമാറും தேவனுக்கு பிரியமாக நடக்கும்படி വിശുദ്ധ ജീവിതം നയിക്കും. பரிசுத்த வாழ்க்கை வாழ்ந்து വിടേണ്ടത് വിടുക, நாம் விட வேண்டிய காரியங்களை விட்டு ചെയ്യേണ്ടത് ചെയ്യും. செய்ய வேண்டிய காரியங்களை செய்ய வேண்டும். Praise the Lord. ஹalleluya. നമുക്ക് ഓരോരുത്തർക്കും ഇത് ഉത്തരവാദിത്വമുണ്ട്. நமக்கு ஒவ்வொருவருக்கும் இந்த பொறுப்பு இருக்கிறது. പലപ്പോഴും കർത്തൃമേശ കഴിയുമ്പോൾ அநேக நேரம் திருவிருந்து முடியும் போது വളരെ തിരക്കിട്ട് നമ്മൾ വായിച്ചു പോകുന്ന ഭാഗമാണ്. நாம் மிகவும் அவசரமாக வாசித்து போகிற இந்த பகுதியை എന്തുകൊണ്ട് അങ്ങനെ കർത്തൃമേശയ്ക്ക് ശേഷം വായിക്കുന്ന അറിയാമോ? எதனால் திருவிருந்துக்கு பிற்பாடு அதை வாசிக்கிறோம் தெரியுமா? സഹോദരന്മാരെ സഹോദരിമാരെ, சகோதரரே சகோதரிகளே, നമ്മൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവരാ. நாம் கர்த்தாவில் உறுதியாக நிற்கிறவர்களே, നമ്മൾ ചെയ്യേണ്ട ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ട്. நாம் இப்படி செய்ய வேண்டிய அநேக கடமைகள் நமக்கு இருக்கிறது. അതെല്ലാം നമ്മൾ ചെയ്യണം. அது എല്ലാം நாம் செய்ய வேண்டும். Praise God. ചെയ്താൽ മാത്രമേ செய்தால் மட்டுமே ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയൂ. பரிசுத்தத்தை பெற்றுக்கொள்ள முடியும். ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. பரிசுத்தம் பரிசுத்தம் என்று கூறினால் ஒன்றும் நடக்காது. ഇതെല്ലാം ചെയ്യുക. இதெல்லாம் செய்ய வேண்டும். ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. தேவன் உங்களை ஆசீர்வதிக்கட்டும். നിങ്ങളുടെ മനസ്സാക്ഷി കൊണ്ട് உங்களுடைய மனசாட்சியினால் നിങ്ങളുടെ ഉള്ളിലുള്ള കറക്ഷൻ ചെയ്തോളൂ. உங்களுடைய உள்ளத்தில் இருக்கிறதான காரியங்களை நீங்கள் திருத்தம் செய்து கொள்ளுங்கள். ആമേൻ. ദൈവത്തോട് സ്നേഹമുള്ളവർ, தேவனோடு அன்புள்ளவர்கள், ദൈവത്തോട് ഭക്തിയുള്ളവർ தேவனோடு பக்தி உள்ளவர்கள் അത് ചെയ്യും. அது செய்வார்கள். എങ്ങനെ? எப்படி? ആമേൻ. റോമാലേഖനം ரோமருக்கு எழுதின நிருபம் 6-ാം അധ്യായം 6-ാം அதிகாரம் അതിന്റെ 17-ാം വാക്യം. 17வது வசனம். റോമാലേഖനം പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ ചട്ടങ്ങൾക്ക് ചട്ടങ്ങൾക്ക് ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് ആ സ്വാതന്ത്ര്യം ലഭിച്ച് ആ നീതിക്ക് ദാസന്മാരായി തീർന്ന മതി അവിടെ എഴുതിയിരിക്കുന്നത് அங்கே எழுதப்பட்டிருப்பதே ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ഉപദേശ ചട്ടങ്ങൾക്ക് உங்களுக்கு ஒப்புவிக்கப்பட்ட உபதேச சட்டங்களுக்கு ഹൃദയപൂർവം എന്ത് ചെയ്യണം? അനുസരിക്കണം. நீங்கள் மனப்பூர்வமாக கீழ்ப்படிய வேண்டும். മനസ്സോടെ അനുസരിക്കണം. നിങ്ങൾക്ക് മനസ്സാக கீழ்ப்படிய வேண்டும். ആരെ നിർബന്ധിച്ചിട്ടല്ല. யாரும் உங்களை நிர்பந்தப்படுத்தி ഇന്ന് கிடையாது. പകൽക്കാലം ദൈവവചനം കേട്ടു. இந்த பகலிலேயே தேவனுடைய வசனத்தை கேட்டோம். ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ചോ. யாரிடமாவது நாம் ஒப்புரவாக வேண்டுமென்றால் ஒப்புரவாகி விடுங்கள். അത് ഭാര്യയോടായിരിക്കട്ടെ, அது மனைவியாக இருக்கட்டும், അത് ഭർത്താവിനോടായിരിക്കട്ടെ, அது கணவனோடாக இருக்கட்டும், അത് അപ്പനോടായിരിക്കട്ടെ, அது தகப்பனோடாக இருக்கட்டும், അത് അമ്മയോടായിരിക്കട്ടെ. அது தாயோடு இருக்கட்டும். അമ്മയോട് ചെയ്തത് തെറ്റെന്ന് തോന്നിയ தாயோடு கூறினது தவறு என்று கூறினான் അമ്മ நினைத்தாள். എന്നോട് ക്ഷമിക്കണം, அம்மா என்னோடு மன்னியுங்கள், അപ്പ എന്നോട് ക്ഷമിക്കണം, அப்பா என்னிடத்தில் மன்னியுங்கள், ഞാൻ അറിയാതെ പറഞ്ഞു, நான் அறியாமல் கூறிவிட்டேன், ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു. நான் அறியாமல் கோபப்பட்டேன். അങ്ങനെ പറഞ്ഞ அப்படி கூறினால் ഇനി ഒരിക്കലും കോപിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ இனி ஒருபோதும் கோபப்பட மாட்டேன் என்று தீர்மானம் பண்ணிக்கொண்டால் അവിടെ ഉണ്ടാകും ശുദ്ധീകരണം. அங்கே உருவாகும் சுத்திகரிப்பு. അല്ല, തെറ്റകത്ത് വെച്ചിട്ട് ഞാൻ ഭക്തനാണെന്ന് കരുതിയാൽ ഒരിക്കലും ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. தவறு உள்ளாக வைத்துவிட்டு நான் பெரிய பரிசுத்தவான் என்று கூறினால் ஒருபோதும் பரிசுத்தம் உருவாகாது. നമ്മുടെ വസ്ത്രങ്ങളിൽ കറപടാറുണ്ട്. நம்முடைய ஆடைகளில் கரைகள் படும். എത്ര കഴുകിയാലും പോകത്തില്ല. எத்தனை துவைத்தாலும் போகாது. പോകാത്ത കറ പോലെ போகாமல் இருக்கிற கரை போல മായാത്ത പാപമായി ജീവിതത്തിൽ കിടക്കരുത്. நம்முடைய வாழ்க்கையில் மாயாத சில பாவங்கள் இருக்கக்கூடாது. അതിനെ വിട്ടുപേക്ഷിക്കും. அதை விட்டு நாம் மாற வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா.
കേട്ടത് മനസ്സിലായോ? கேட்டது உங்களுக்கு புரிந்ததா? കേട്ടത് മനസ്സിലായോ? உங்களுக்கு கேட்டது புரிந்ததா? തീരുമാനം എടുക്കുമോ? தீர்மானம் எடுப்பீர்களா? ആരോടും സ്തോത്രം അങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. யாரோடும் தேவனுடைய வசனத்திற்கு விரோதமான பேச்சுகளை பேசக்கூடாது. നിയമം ലംഘിച്ചുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. கட்டளை மீறி இருக்கிற ஒரு வாழ்க்கை நமக்கு வாழ வேண்டாம். യേശു വേഗം വരും. യേശു ശീഘ്രമായി വരപ്പോகிறார். ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിക്കാം. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എത്ര പേർ തീരുമാനത്തോടെ എവിടെ താഴണമോ അവിടെ താഴുക, എവിടെ വിനയപ്പെടണമോ അവിടെ നിങ്ങൾ വിനയപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പാപത്തിന്റെ കറകളും വേണ്ട. യേശു ആഗ്രഹിക്കുന്നത്, യേശു കാൽവരി ക്രൂശിൽ ജീവൻ അർപ്പിച്ചത് കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാതെ സഭ ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോട് തന്റെ മുമ്പിൽ നിർത്തുവാൻ യേശു വേഗം വരുന്നു. യേശു വേഗം വരുന്നു. നമ്മൾ വിടേണ്ടത് വിടുക, ചെയ്യേണ്ടത് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്നത്തെ ഈ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവവചനം ഞങ്ങൾ കേട്ടു, ഞങ്ങളെ തന്നെ സ്തോത്രം അത് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കൃപയാൽ സഹായിക്കണമേ. ഞങ്ങളെ കൈവിടല്ലേ. അവിടുത്തെ കൃപയില്ലാതെ ഒന്നുമില്ലല്ലോ കർത്താവേ. അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാവരോടും ദൈവത്തിന്റെ കൃപയുണ്ടാകണമേ. ആരും നശിച്ചു പോകുന്ന കൂട്ടത്തിലല്ല, അവരെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ, അവരെ ഒന്ന് ഒരുക്കുവാൻ, ദൈവഭക്തിയോട് ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കും. പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃപയുണ്ടാകും. അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ കുഞ്ഞുങ്ങളോടും ദൈവത്തിന്റെ കൃപയുണ്ടാകണം. അവരെങ്ങനെ തന്നെ തീരുമാനിച്ച സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒരുക്കുവാൻ കൃപയാൽ സഹായിക്കും. സകല മഹത്വം എടുക്കും, അനുഗ്രഹിക്കും. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മ നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂമിയിലെ വിശുദ്ധന്മാരോടും ഇന്നും സദാ കാലങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹി ഹാസ് ലിഫ്റ്റഡ് മീ അപ്പ്. ഹി ഹാസ് ലിഫ്റ്റഡ് മീ അപ്പ്. ആമേൻ. ഓ ഹി stretched out his hand and he lifted me up. Oh, that's why I love him so. I love him more and more. I love him more and more. And when I stand upon the other shore, I will praise him more and more. And when I stand upon the other shore, I will praise him more and more. ക്രിസ്തുയേശു മുഖാന്തരം ജയജന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും എണീക്കേണ്ട. ആമേൻ. ആരും എണീക്കേണ്ട. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.